ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒരു മെസ്സേജ് ഇടുക. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, യെസ്. സോ എക്കണോമിക്സ് ഒക്കെ പഠിച്ച് ഒരു ഐഡിയ എല്ലാം കിട്ടിയിരിക്കുവാണ് എല്ലാവരും. ഓക്കെ, സോ ഇന്ന് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഞാൻ എന്നെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് രേഷ്മ. ഞാനാണ് എമിനന്റ് PSലെ ഇംഗ്ലീഷ് ഫാക്കൽറ്റി. മെയിൻ ആയിട്ട് ഇംഗ്ലീഷ് എടുക്കുന്നത് ഞാനായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് സെഷനിലോട്ട് പോകുന്നതിന് മുമ്പ് അഥവാ സിലബസിലോട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആ ഒരു എക്സാമിന് പ്രിപ്പയർ ആവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും ഈ ഒരു ഗൈഡൻസ് പ്രോഗ്രാം, ഈ 2 ഡേയ്സിന്റെ വർക്ക്ഷോപ്പ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു എക്സാമിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാം അല്ലെ. ഡിഗ്രി ലെവൽ എക്സാം ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള PSCയുടെ വൺ ഓഫ് ദി ഗ്ലാമറസ് പോസ്റ്റ് എന്ന് നമുക്ക് പറയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നിങ്ങൾ ആരും പേടിപ്പിക്കുകയല്ല, ജസ്റ്റ് ഞാനൊരു ഫാക്ട് പറയാണ്. അതുകൊണ്ട് തന്നെ എഴുതിയവർ ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ഫ്രഷേഴ്സ് ഉണ്ട്, ആദ്യമായിട്ട് ഈ എക്സാം എഴുതാൻ പോകുന്നവരുണ്ട്, അതുപോലെ എഴുതി കഴിഞ്ഞവർ ഓൾറെഡി കുറെ എക്സാംസ് പ്രിപ്പയർ ആയവര് ഇനി ഒരു അറ്റംപ്റ്റും കൂടെ കൊടുക്കാൻ പോകുന്നവര് നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലെ. അപ്പൊ എഴുതിയവർക്ക് ഇത് അറിയാം ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. PSCയുടെ ഏറ്റവും ഗ്ലാമറസ് പോസ്റ്റ് ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ എക്സാമിന് ഭയങ്കര കോമ്പറ്റീഷൻ ആണ് ഉള്ളത്. അറിയാലോ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള ഒരു എക്സാമിന് ഭയങ്കര കോമ്പറ്റീഷൻ ആണ് ഉള്ളത്. അപ്പൊ അതിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെ റാങ്ക് ലിസ്റ്റിൽ കയറാമെന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതിന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കറിയാം നോട്ടിഫിക്കേഷൻ എനിക്ക് തോന്നുന്നു December 30 ആ ഒരു ടൈമിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നതെന്നാണ് നമുക്കൊരു കിട്ടിയ ഇൻഫോർമേഷൻ. അപ്പൊ എന്തായാലും ഈ ഒരു മാസം ഉണ്ട്. ഓക്കെ, അപ്പൊ ചിലര് വിചാരിക്കും നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇനി പഠിച്ചു തുടങ്ങാം. ഇപ്പോഴെന്താ സമയമുണ്ടല്ലോ, എക്സാം ഒരു മാർച്ച് ഏപ്രിലാണല്ലോ, ഇനിയും സമയം കിടക്കുമല്ലേ, പഠിക്കാം പഠിക്കാം അല്ലെ. അത് സ്വാഭാവികമാണ്. ഞാൻ ഉൾപ്പെടെ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ അതെടുത്ത് മാറ്റുക. ഇതാണ് റൈറ്റ് ടൈം എന്ന് പറയുന്നത്. ഇപ്പൊ തുടങ്ങുക. പിന്നെ പിന്നെ മാറ്റി വെക്കുന്ന ആ ഒരു പ്രവണത നിങ്ങൾക്കുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് തുടങ്ങാം എന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് കളഞ്ഞേക്കൂ. ഞാൻ പറഞ്ഞു, അത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ആ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, സെറ്റ് ആണല്ലേ. യെസ്, അപ്പൊ നിങ്ങൾക്ക് ആ റാങ്ക് ലിസ്റ്റിൽ വരണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ പ്രിപ്പറേഷൻ തുടങ്ങണം. പിന്നെ പിന്നെ എന്നൊരു ഇത് നമുക്ക് ഇന്ന് ബ്രേക്ക് ചെയ്യാം. ഇപ്പൊ തുടങ്ങി, അതായത് ഈ 2 ഡേ ഗൈഡൻസ് പ്രോഗ്രാം നിങ്ങൾ അതിന് വളരെ വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓരോ സബ്ജക്റ്റിനെയും കുറിച്ച് നിങ്ങൾക്ക് ഓരോ വ്യൂ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പൊ ഭാവന മാം നിങ്ങൾക്ക് എക്കണോമിക്സിനെ കുറിച്ച് ഒരു വ്യൂ തന്നല്ലേ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ച് വ്യൂ തരും. അതുപോലെ തന്നെ ഹിസ്റ്ററി വരുന്നുണ്ട്, പോളിറ്റി വരുന്നുണ്ട്. ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായ ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ തരും. അപ്പൊ ഇപ്പൊ തന്നെ ആ പ്രിപ്പറേഷൻ നിങ്ങൾ തുടങ്ങുക. പിന്നെ പിന്നെ എന്ന് പറയുന്ന ആ ഒരു ഇത് നിങ്ങൾ മാറ്റിവെക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വർക്ക്ഔട്ട് ചെയ്യാന്നാണ്. ഇപ്പൊ ഫ്രഷേഴ്സ് ആണെങ്കിൽ തന്നെ നെഗറ്റീവ് മാർക്കിങ്സിനെ കുറിച്ച് നല്ലൊരു ധാരണ നിങ്ങൾക്ക് വേണം. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞാൻ സ്ട്രോങ് ആയിട്ടുള്ള ഫീൽഡ് ഏതാന്ന് അല്ലെങ്കിൽ സബ്ജക്ട് ഏതാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പൊ എനിക്ക് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ആണ് എന്റെ സ്ട്രോങ് സബ്ജക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്നത്, നിങ്ങൾക്കറിയാലോ ഇംഗ്ലീഷ് 20 മാർക്കാണ് അല്ലെ. പേപ്പർ 2 ഇംഗ്ലീഷ് 20 മാർക്കാണ്. അതില് ഗ്രാമർ 10 മാർക്കും വെക്കാബുലറി 10 മാർക്കും. അപ്പൊ ഞാൻ ചെയ്യുന്നത് എന്റെ ഇംഗ്ലീഷ് അഥവാ എന്റെ സബ്ജക്ട്, എന്റെ എയിം എന്താണ്, എനിക്ക് എങ്ങനെയെങ്കിലും 20 മാർക്ക് എന്റെ കയ്യിൽ വേണം അല്ലെ. അപ്പൊ ഞാൻ ചെയ്യുന്നത് എന്റെ സബ്ജക്റ്റിന് കുറച്ചും കൂടെ ഞാൻ ഫോക്കസ് കൊടുക്കും. പ്ലസ് അതിന്റെ കൂടെ തന്നെ ബാക്കി സബ്ജക്റ്റ് കളയാന്നല്ല, അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്താ ചെയ്യുക, ബാക്കി എല്ലാ സബ്ജക്റ്റും പഠിക്കുക. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആ എക്സാം നമുക്ക് ആ ഒരു കയ്യിൽ നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ നെഗറ്റീവ് മാർക്കിങ്സ് അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ഇതെല്ലാം നമുക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക.
മോക്ക് ടെസ്റ്റ് മാക്സിമം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ഒന്നെന്ന് പറയുന്നത് ഇപ്പൊ പ്രിപ്പറേഷൻ തുടങ്ങുക, നോട്ടിഫിക്കേഷൻ വന്നിട്ട് തുടങ്ങാം എന്നൊരു ചിന്ത മാറ്റുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇതെല്ലാം തന്നെ വീണ്ടും 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 അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബൈ ഹാർട്ട് ഒഴിവാക്കുക. ഇപ്പൊ ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ ആണെങ്കിൽ കുറെ പേരെല്ലാം ബൈ ഹാർട്ട് ചെയ്തിട്ട് പോകും അല്ലെ. പിന്നെ അതുപോലെ പറയേണ്ട ഒരു കാര്യമാണ്, ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് റാങ്ക് ഫയൽസ് ഒക്കെ ഇറങ്ങും. ഓരോ അക്കാഡമിയുടെ ഒരുപാട് റാങ്ക് ഫയൽസ് ഇറങ്ങും. അപ്പൊ നമ്മൾ കുറെ പേര് ചെയ്യുന്നത് എളുപ്പ വഴി നോക്കും അല്ലെ. റാങ്ക് ഫയൽ പഠിച്ചിട്ട് പോവാം, അതിലാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാം കവർ ചെയ്യുന്നുണ്ടല്ലോ, റാങ്ക് ഫയൽ പഠിച്ചിട്ട് പോവാം. ചെയ്യരുത്. റാങ്ക് ഫയൽ പഠിക്കുക, നിങ്ങൾക്ക് ഒരു റെഫറൻസിന് വേണ്ടി നിങ്ങൾ വെക്കുക. നിങ്ങൾക്കറിയാലോ കൂടുതലും PSC ഇപ്പോ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. പോളിറ്റി ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും. ഇപ്പൊ എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയല്ലോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് റാങ്ക് ഫയൽ മേടിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഒരു എക്സ്ട്രാ റെഫറൻസിന് വേണ്ടിയിട്ട് ഈ റാങ്ക് ഫയൽ കീപ്പ് ചെയ്യാം. പ്ലസ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ, NCERT അതുപോലെ SCERT ബുക്സ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. ഫ്രം ദി സ്ക്രാപ്പ് നിങ്ങൾ പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം അത് കൺസെപ്റ്റ് എന്താണ്. ഇപ്പൊ എക്കണോമിക്സ് നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു, അപ്പൊ നിങ്ങൾക്ക് ഒരു വ്യൂ കിട്ടി അല്ലെ. അപ്പൊ അതിന്റെ പിന്നിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റ് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ബൈ ഹാർട്ട് ചെയ്തിട്ട് പോകുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ആ കൺസെപ്റ്റ് പെട്ടെന്ന് കിട്ടണമെന്നില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ആദ്യം SCERT, NCERT ഇതെല്ലാം പഠിച്ചിട്ട് ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, റാങ്ക് ഫയൽ നിങ്ങളൊന്ന് ഓടിച്ചു നോക്കുക. പിന്നെ ചെയ്യേണ്ടത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ മൂന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് ഇതാണ്, നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രം ദി സ്ക്രാപ്പ് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. SCERTയും NCERTയും ഒക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. പിന്നെ പറയാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ക്വസ്റ്റ്യൻ, അതായത് എക്സാമിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ചാടിക്കറി നമ്മൾ അത് ആൻസർ ചെയ്യാൻ നോക്കും. ഇപ്പൊ എസ്പെഷ്യലി മാത്സും ഇംഗ്ലീഷും ആണ് ഞാൻ പറയുന്നത്. ഇപ്പൊ മാത്സും ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ അപ്പൊ ഇതിന്റെ ആൻസർ ഇത് തന്നെ. പ്രിപ്പോസിഷൻ ആണെങ്കിൽ അറ്റല്ലേ, അറ്റ്. അങ്ങനെ ചെയ്യരുത്. ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ക്വസ്റ്റ്യൻ ഏത് ടോപ്പിക്കിൽ നിന്നാണ് ചോദിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ടോപ്പിക്കിനെ കുറിച്ച് അറിയണമെങ്കിൽ സിലബസിനെ കുറിച്ച് ഒരു ധാരണ വേണ്ടേ അല്ലെ, വേണം. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട, ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ചാടി കയറി അറ്റൻഡ് ചെയ്യരുത്, കാമായിട്ട് ഇരിക്കുക. പിന്നെ ചെയ്യേണ്ട എന്താണെന്നറിയോ, ഇത് ഏത് ടോപ്പിക്കാണ്. ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് ടോപ്പിക്സ് ഉണ്ടല്ലേ. അപ്പം അതിൽ നിന്ന് ഏത് ടോപ്പിക്കാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ക്വസ്റ്റ്യൻ 2 or 3 തവണ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയുമാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഇംഗ്ലീഷിലോട്ട് വരാനാണെങ്കിൽ നമുക്കറിയാം, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 20 മാർക്കാണ്. ഇപ്പൊ ബാക്കി സബ്ജക്റ്റിന്റെ മാർക്കിങ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, 5 മാർക്ക്, 10 മാർക്ക് അല്ലെ. ഇപ്പോ എന്താ പറയാ, ജോഗ്രഫി 5, പൊളിറ്റി 5, എക്കണോമിക്സ് 5, അതുപോലെ 10 മാർക്ക്, മലയാളം 10 മാർക്ക്, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷെ മാത്സിന്റെയും ഇംഗ്ലീഷിന്റെയും മാർക്കിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചോ, മാത്സ് 20 മാർക്കാണ്, ഇംഗ്ലീഷ് 20 മാർക്കാണ്. അതായത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, മാർക്ക് പോകുന്ന ഒരു ഏരിയാസ് ആണ് ഇംഗ്ലീഷും മാത്സും. നിങ്ങൾ ബാക്കി എന്ത് കറക്റ്റ് ആക്കിയാലും, ഈ ഹിസ്റ്ററിയും ജോഗ്രഫിയും പൊളിറ്റിയും ഒക്കെ കറക്റ്റ് ആക്കിയാലും, ഈ ഇംഗ്ലീഷും മാത്സും തെറ്റിച്ചാൽ നിങ്ങൾക്ക് ആ മാർക്ക് പോവില്ലേ അല്ലെ. ഇനി മറിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇംഗ്ലീഷും മാത്സും നന്നായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 40 മാർക്ക് നിങ്ങളുടെ കയ്യിലാണ്. അതായത് നിങ്ങൾ സേഫ് സോണിലായെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. അപ്പം മാർക്ക് പോകുന്ന ഒരു ഏരിയ ആണ് ഏത്, ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അതുപോലെ മാർക്ക് കിട്ടുന്ന ഒരു ഏരിയ ആണ് എന്ത്, ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഇപ്പം സ്വാഭാവികമായിട്ടും ഇപ്പൊ ചോദിക്കുകയാണ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്സിനെ കുറിച്ച് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹ, അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, നാഷണൽ ഇൻകം, ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്ന് വിചാരിച്ചോ. അപ്പൊ നിങ്ങൾക്കറിയാം എന്താണ് നാഷണൽ ഇൻകം എന്ന് നിങ്ങൾക്കറിയാം. ഗുരുവായൂർ സത്യാഗ്രഹ എന്താണ്, അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹ, ചാന റിവോൾട്ട്, ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന ഒരു ഇതാണല്ലേ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും.
പക്ഷെ ഇംഗ്ലീഷിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, പ്രിപ്പസിഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതില് ഇന്നുണ്ട്, അറ്റുണ്ട്, ഓൺ ഉണ്ട്, ഫ്രം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും, ദൈവമേ പ്രിപ്പസിഷൻ ആണല്ലോ, ഇതിൽ ഏതാണ്, ഇന്നാണോ ഓൺ ആണോ? അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താ, വായിച്ചു നോക്കിയിട്ട് അതിന് സ്യൂട്ട് ആവുന്ന ഏതാന്ന് വെച്ചാൽ അത് കുത്താം, അല്ലെ? അപ്പൊ ഇന്നാണ് വരുന്നെങ്കിൽ ഇന്ന് തന്നെ, ഓൺ ആണ് വരുന്നെങ്കിൽ ഓൺ തന്നെ, അല്ലെ? തെറ്റിപ്പോവാൻ ചാൻസ് ഇല്ലേ? ഓരോ പ്രിപ്പസിഷനും ഓരോ യൂസ് ഉണ്ട്. ഇന്നാണെങ്കിലും ഓൺ ആണെങ്കിലും മറ്റാണെങ്കിലും ഓരോ യൂസ് ഉണ്ട്. ഈ യൂസ് അറിയെങ്കിൽ മാത്രമേ നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അതിന് സ്യൂട്ട് ആവുന്നത് ചാടിക്കറി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ബാക്കി സബ്ജക്റ്റ് ഒക്കെ നമുക്ക് പഠിച്ചിട്ട് പോയി ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇംഗ്ലീഷ് മാത്സ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിന്റെ ആ ഒരു നാക്ക് നിങ്ങൾക്ക് കിട്ടണം, അല്ലെങ്കിൽ ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടണം. ആ ഒരു ഇത് കിട്ടിയാൽ മാത്രമേ ഇംഗ്ലീഷ് മാത്സും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഇംഗ്ലീഷ് മാത്സിന്റെ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞു, 40 മാർക്കാണ്. ഇംഗ്ലീഷ് ഞാൻ കൂടുതൽ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ ആ 20 മാർക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടും. ബാക്കിയൊക്കെ 5ഉം 5ഉം 10ഒക്കെയാണ്. 20 മാർക്ക് നിങ്ങളുടെ കയ്യിൽ വേണമെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കുക. ഓക്കെ, സോ നിങ്ങൾക്കറിയാം ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 കാറ്റഗറിയാണ് വരുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി അതുപോലെ തന്നെ സിലബസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇംഗ്ലീഷ് 2 കാറ്റഗറിയാണ് വരുന്നത്. ഗ്രാമറും ഉണ്ട്, വെക്കാബുലറിയും ഉണ്ട്. ഗ്രാമർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വരുന്ന ഒരു ഇതാണ്, ഗ്രാമറോ, എന്നെ കൊണ്ട് പറ്റുമോ, ഭയങ്കര ടാസ്ക് ആണല്ലോ ഈ ഗ്രാമർ, ബോറ് സബ്ജക്റ്റ് ഈ ഗ്രാമർ. ഒരു കാര്യം ചെയ്യും, ഇംഗ്ലീഷ് അങ്ങ് മാറ്റിയിട്ട് ബാക്കിയെല്ലാം പഠിച്ചിട്ട് പോവാം, അല്ലെ? അങ്ങനെ ചെയ്യരുത്. ഓക്കെ, ഈ ഗ്രാമറും വെക്കാബുലറി രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞു 20 മാർക്ക്, 10 ഗ്രാമർ 10, വെക്കാബുലറി 10. ഇനി ചിലർ ചിന്തിക്കുന്ന വേറൊരു ഇതാണ്, ഗ്രാമർ പഠിച്ചിട്ട് പോവാം, വെക്കാബുലറി അങ്ങ് വിട്ടേക്കാം, അല്ലെങ്കിൽ വെക്കാബുലറി പഠിച്ചിട്ട് പോവാം, ഗ്രാമർ അങ്ങ് വിട്ടേക്കാം, 5 മാർക്കല്ലേ, കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും കറക്കി കുത്താം. ചെയ്യരുത്. ഗ്രാമർ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് വെക്കാബുലറി. രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് വരുന്നത്. ഇപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾറെഡി എക്സാംസ് എഴുതിയവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെ? ഗ്രാമർ പോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് എഴുതിയെന്ന് ചോദിക്കാറുണ്ട്, വെക്കാബുലറി ഏരിയെന്ന് ചോദിക്കാറുണ്ട്. വെക്കാബുലറിന്ന് കൂടുതൽ ചോദിച്ചത് കൊണ്ട് ഗ്രാമറിന്ന് ചോദിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഗ്രാമറിന്ന് ഒരുപാട് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഗ്രാമറിന് നിങ്ങൾ എത്ര ഇമ്പോർട്ടൻസ് ആണോ കൊടുക്കുന്നത്, സെയിം ഇമ്പോർട്ടൻസ് ആണ് എവിടെ കൊടുക്കേണ്ടത്, വെക്കാബുലറിക്ക് കൊടുക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഒരു പിടി കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കേണ്ടത്. കാരണം വെക്കാബുലറി എപ്പോഴും PSCക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് ഈ വെക്കാബുലറി എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഇഡിയംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, സ്പെല്ലിംഗ് ടെസ്റ്റ്. എന്റെ മിക്ക ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുവാണെങ്കിലും സ്പെല്ലിംഗ് ടെസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉറപ്പാണ് സ്പെല്ലിംഗ് ടെസ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇഡിയംസ്, വൺ വേർഡ്, ആന്റോണിംസ്, സിനോണിംസ്. PSCക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് ഈ വെക്കാബുലറി എന്ന് പറയുന്നത്. അതുപോലെ ഗ്രാമറും ഇഷ്ടമാണ്, ഇഷ്ടമല്ല എന്നല്ല. ഈ രണ്ടും അതുപോലെ പഠിച്ചാൽ മാത്രമേ 20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം വരുന്ന തോട്ടാണ്, ദൈവമേ ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു, എനിക്കാണെങ്കിൽ ഇംഗ്ലീഷ് അറിയത്തുമില്ലല്ലോ, അല്ലെ? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു ട്രിക്ക് ഞാൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? കുറെ ട്രിക്സും ഈസി ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ടുമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഒരുപാട് അങ്ങ് തള്ളിക്കയറ്റി തരേണ്ട ആവശ്യമില്ല. ഭയങ്കര നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ട്രിക്സും ഷോർട്ട് മെത്തേഡൊക്കെ യൂസ് ചെയ്താണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിനു മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇംഗ്ലീഷ് പാടായിട്ട് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? അതോ ഈസി ആണോ ഇംഗ്ലീഷ്? ചാറ്റ് ബോക്സിൽ ഇട്ടെ. എങ്ങനെയാ ഇംഗ്ലീഷ്, നിങ്ങൾ എങ്ങനെയാ നോക്കി കാണുന്നത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ? ഫിയറോടെ ആണോ നോക്കി കാണുന്നത്? ഇല്ല, ഓക്കെ, എനിക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ്. എങ്ങനെ ഇംഗ്ലീഷ് നോക്കി കാണുന്നേ? പറഞ്ഞേ, ഇന്ററാക്ട് ചെയ്ത് ചാടി ചാടി പറഞ്ഞേ. എന്താ എല്ലാവരും മിണ്ടാതിരിക്കുന്നേ? പറഞ്ഞോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോളൂ. എന്താ തോന്നുന്നത്? ഇഷ്ടമാണ് മുഹമ്മദ്. ഓക്കെ, ബാക്കിയുള്ളവർക്കൊക്കെ ഇംഗ്ലീഷ് ഈസ് ഈസി, വെരി ഗുഡ്, ഇഷ്ടമാണ്. ഫിയർ ആർക്കെങ്കിലും ഉണ്ടോ? അയ്യോ എനിക്ക് മാർക്ക് പോകുന്ന ഒരു ഏരിയ ആണ്, എനിക്ക് തൊടാനേ പേടിയാണ്, അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ? ടഫായിട്ട്, ഈസി, അനന്തു ഡിഫിക്കൾട്ട്. ഓക്കെ, പിന്നെ മെജോറിറ്റിയും ഈസിയും കുഴപ്പമില്ല എന്നൊരു സ്റ്റാൻഡ് ആണല്ലേ? യെസ്, ലവ് ഇറ്റ്. ഓക്കെ,
ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അതിനെ ഇഷ്ടപ്പെട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ടഫായിട്ടുള്ള ഒരു സബ്ജക്ട്, ഇപ്പൊ മാത്സ് എടുത്തോളൂ. മാത്സ് ഒരുപാട് പേർക്ക് ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അല്ലെ. മാത്സ് മാത്രമല്ല, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അതിനെ ഇഷ്ടപ്പെട്ട് നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ നമുക്കൊരു ഗോള്, ഫോക്കസ് നമുക്ക് വേണം. എനിക്ക് എങ്ങനെങ്കിലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ക്രാക്ക് ചെയ്തേ പറ്റത്തുള്ളൂ, എനിക്ക് എങ്ങനെങ്കിലും റാങ്ക് ലിസ്റ്റിൽ വന്നേ പറ്റത്തുള്ളൂ. ആ ഒരു ഗോൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കാണണം. നമ്മുടെ ഗോളിനെയും ഫോക്കസിനെയും ഡീവിയേറ്റ് ചെയ്യാൻ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മുടെ ചുറ്റിനും കാണും. അതിനൊന്നും ചെവി കൊടുക്കരുത്. നിങ്ങളുടെ ഗോളും നിങ്ങളുടെ ഫോക്കസും എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, ആ ഒരു ഗോള് ഫോക്കസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങളുടെ യാത്ര എന്ന് പറയുന്നത്. ആ യാത്രയിൽ ഒരുപാട് സബ്ജക്ട്സ് നിങ്ങൾക്ക് വരും, പാടായിട്ടും ഡിഫിക്കൽട്ടായിട്ടും ഒക്കെ തോന്നും. സാരമില്ല, ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് തോന്നും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി സിലബസിലോട്ട് വരാം. ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് നമുക്ക് രണ്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, ഗ്രാമർ പാർട്ട് ആൻഡ് വെക്കാബുലറി പാർട്ട്. ഗ്രാമർ 10 മാർക്കാണ്, അതുപോലെ തന്നെ വെക്കാബുലറിയും 10 മാർക്കാണ് കേട്ടോ. അപ്പൊ ഗ്രാമറിൽ വരുന്ന സെഷൻ ആണ് ടൈപ്സ് ഓഫ് സെന്റൻസസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ്. ആദ്യം നിങ്ങൾക്ക് സിലബസിനെ കുറിച്ച് ഒരു ഔട്ട്ലൈൻ തന്നിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം സെന്റൻസസ് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. സെന്റൻസസ് എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്നത് അല്ലെ. നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ്? സെന്റൻസ് ആയിട്ടാണ് നമ്മൾ കൂടുതലും സംസാരിക്കുന്നത് അല്ലെ, മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും. അപ്പം ഒരു കൂട്ടം വാക്കുകൾ ചേരുമ്പോൾ പൂർണ്ണമായ അർത്ഥം തരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെന്റൻസ് എന്ന് പറയുന്നത്. ഒരു കൂട്ടം വാക്കുകൾ ചേരുമ്പോൾ നമുക്ക് അവിടെ ഒരു പൂർണ്ണമായിട്ട് ഒരു അർത്ഥം കിട്ടുന്നു അല്ലെ, അതിനെയാണ് ഈ സെന്റൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഈ സെന്റൻസ് തന്നെ പല തരത്തിലാണുള്ളത്. ഈ സിലബസ് കണ്ടോ, ടൈപ്സ് ഓഫ് സെന്റൻസസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും നമുക്ക് പറയാം അസേർട്ടീവ് സെന്റൻസ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഈ അസേർട്ടീവ് സെന്റൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു സിമ്പിൾ സെന്റൻസിനെയാണ് അസേർട്ടീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ്. ഓക്കെ, ദ കൗ ഗീവ്സ് us milk, അശോക ഈസ് എ ഗ്രേറ്റ് എംപറർ അല്ലെ. ഇതെല്ലാം സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ. അപ്പൊ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസിനാണ് ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ് അല്ലെ. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ അസേർട്ടീവ് സെന്റൻസ്, സ്റ്റേറ്റ്മെന്റ്, ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. ഇംപറേറ്റീവ് സെന്റൻസ് എന്താന്ന് വെച്ചാൽ ഒരു ഓർഡർ കൊടുക്കുക. നമ്മൾ എപ്പോഴും ഒരുപോലെയാണോ സംസാരിക്കുന്നത്? അല്ല അല്ലെ. നമ്മൾ ചിലപ്പോൾ ഓർഡർ കൊടുക്കാറുണ്ട്, നമുക്ക് ദേഷ്യം വരാറുണ്ട്, പെട്ടെന്ന് എന്തെങ്കിലും കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിശയം തോന്നാറുണ്ട് അല്ലെ. നമുക്ക് ദേഷ്യം, സങ്കടം ഇതെല്ലാം നമുക്ക് തോന്നാറില്ലേ? സെയിം, നമ്മൾ നോർമലി സംസാരിക്കുകയാണെങ്കിൽ അത് അസേർട്ടീവ് സെന്റൻസ് ആണ്. പക്ഷെ നമ്മൾ ഒരാൾക്ക് ഒരു ഓർഡർ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ കമാൻഡ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അഡ്വൈസ് കൊടുക്കുകയാണ്, മോനെ ഇനി നന്നായിട്ട് പഠിക്കണം കേട്ടോ, യു ഷുഡ് സ്റ്റഡി ഹാർഡ് അല്ലെ. അപ്പം അഡ്വൈസ്, റിക്വസ്റ്റ് അല്ലെ, ക്യാൻ യു ഗിവ് മീ എ ലിഫ്റ്റ് അല്ലെ, എനിക്കൊരു ലിഫ്റ്റ് തരാമോ. അപ്പൊ റിക്വസ്റ്റ് ഇതെല്ലാം വരുന്നത് ഏത് സെന്റൻസിലാണെന്നറിയോ? ഇംപറേറ്റീവ് സെന്റൻസിലാണ് വരുന്നത്. ഓർഡർ, റിക്വസ്റ്റ്, കമാൻഡ്, അഡ്വൈസ് ഇതെല്ലാം ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. ഇനി നമ്മൾ ചോദ്യങ്ങളുടെ രൂപത്തിൽ സംസാരിക്കാറില്ലേ അല്ലെ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ എന്നാ വരുന്നേ? അത് ഞാൻ സംസാരിക്കുന്ന ചോദ്യത്തിന്റെ രൂപത്തിലാണ് അല്ലെ. എന്നാ വരുന്നേന്നാ ചോദിക്കുന്നത്. അപ്പൊ ഒരു ക്വസ്റ്റ്യന്റെ രൂപത്തിലാണ് ഒരു സെന്റൻസ് വരുന്നതെങ്കിൽ അതിനെ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്നാണ് പറയുന്നത്. പിന്നെ വരുന്നത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന പെട്ടെന്നുള്ള സഡൻ ആയിട്ടുള്ള ഫീലിങ്സ്, ഇമോഷൻ. ഒരു പൂവ് കാണുമ്പോൾ പറയാറില്ലേ, ഓ എന്ത് നല്ല പൂവാണ്, അല്ലെങ്കിൽ ഈ പെങ്കൊച്ചിനെ കാണാൻ എന്ത് നല്ല ഭംഗിയാണ്, നമ്മൾ പറയാറില്ലേ. അതൊക്കെ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു സഡൻ ഫീലിംഗ് ഓർ ഇമോഷൻ ആണല്ലേ. അല്ലെങ്കിൽ നമുക്ക് സങ്കടം വരാറുണ്ട്, ഒരുപാട് സന്തോഷം വരാറുണ്ട്. ഇതെല്ലാം വരുന്നത് ഏത് സെന്റൻസിലാണെന്നറിയോ? എക്സ്ക്ലമേറ്ററി സെന്റൻസിലാണ് വരുന്നത്. ഓക്കെ, ഇതല്ലാതെ വരുന്ന കുറെ സെന്റൻസ് ഉണ്ട്. സിമ്പിൾ സെന്റൻസ്, കോമ്പൗണ്ട് സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസ്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് സെന്റൻസസ് ഉണ്ട്. പോസിറ്റീവ് സെന്റൻസ് ഉണ്ട്, നെഗറ്റീവ് സെന്റൻസ് ഉണ്ട്. ഓക്കെ, ഇതിലിപ്പോ പറയുകയാണെങ്കിൽ ഓരോ സെന്റൻസും ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഇപ്പം അസേർട്ടീവ് സെന്റൻസ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം എന്നറിയോ? അസേർട്ടീവ് സെന്റൻസിൽ എപ്പോഴും ആദ്യം സബ്ജക്റ്റും സബ്ജക്റ്റിന് ശേഷം ആര് വരും? വെർബ് വരും. അങ്ങനെയാണെങ്കിൽ ഉറപ്പിച്ചോണം അത് അസേർട്ടീവ് സെന്റൻസ് ആണ്. ആദ്യം സബ്ജക്റ്റ്,
സബ്ജക്റ്റിനെ തുടർന്ന് ആരാ വരുന്നത്? വെർബ് വരെയാണെങ്കിൽ അത് അസേർട്ടീവ് സെന്റൻസ്. ഒരു ഓർഡർ, റിക്വസ്റ്റ്, കമാൻഡ് ഒക്കെ ആണെങ്കിൽ ഇമ്പറേറ്റീവ് സെന്റൻസ്. ചോദ്യത്തിന്റെ രൂപത്തിൽ വരികയാണെങ്കിൽ ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇമോഷൻ, ഫീലിങ്സ്, ജോയ്, സോറോ, ഇതിനെല്ലാം കാണിക്കുകയാണെങ്കിൽ എക്സ്ക്ലമേറ്ററി സെന്റൻസ്. മനസ്സിലായോ? അപ്പൊ ഓരോ സെന്റൻസും ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന സെക്കൻഡ് പാർട്ട് കണ്ടോ, ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ്. മെയിൻ ആയിട്ടും മിക്ക എക്സാംസിനും കണ്ടുവരുന്നത്, PSC ചോദിക്കുന്നത്, ഒരു സെന്റൻസ് തന്നിട്ട് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സെന്റൻസ് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ മിക്ക എക്സാംസിനും ചോദിക്കുന്നതാണ് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സെന്റൻസ്. ആ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കണമെങ്കിൽ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ഈ പറഞ്ഞ സാധനങ്ങൾ തന്നെ. ഇമ്പറേറ്റീവ് എന്താണെന്ന് അറിയണം, ഇൻട്രോഗേറ്റീവ് എന്താണെന്ന് അറിയണം, അസേർട്ടീവ് എന്താണെന്ന് അറിയണം, അല്ലെ? ഞാൻ പറഞ്ഞു അസേർട്ടീവ് തിരിച്ചറിയുന്നത് സബ്ജക്റ്റിനെ തുടർന്ന് വെർബ് വരെയാണെങ്കിൽ അത് അസേർട്ടീവ് സെന്റൻസ് ആണ്. ഓർഡർ, റിക്വസ്റ്റ്, കമാൻഡ് ആണെങ്കിൽ ഇമ്പറേറ്റീവ് സെന്റൻസ്. ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇൻട്രോഗേറ്റീവ് സെന്റൻസ്, അല്ലെ? അപ്പം ഓരോ സെന്റൻസും നന്നായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഓക്കെ, അതാണ് മെയിൻ ആയിട്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്നത്. ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ് എന്ന് പറയുന്നത് ഒരു സെന്റൻസ് തന്നിട്ട് അതിനെ മറ്റതിലോട്ട് ഇന്റർചേഞ്ച് ചെയ്യാൻ ചോദിക്കാറുണ്ട്, പക്ഷെ അങ്ങനെ ചോദിച്ച് കാണാറില്ല. മെയിൻ ആയിട്ട് ചോദിക്കുന്നത് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സെന്റൻസ് എന്നായിരിക്കും ചോദ്യം ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നത്. ഇന്റർചേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു അസേർട്ടീവ് തന്നിട്ട് അതിന് ഇംപറേറ്റീവിലോട്ട് ആക്കാൻ പറയും, ഇംപറേറ്റീവ് തന്നിട്ട് ഇൻട്രോഗേറ്റീവിലോട്ട് ആക്കാൻ പറയും. പക്ഷെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറവാണ് ചോദിക്കുന്നത്. മെയിൻലി ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സെന്റൻസ് മിക്കതിലും ചോദിക്കാറുണ്ട്. അപ്പം അതിന് ചെയ്യേണ്ടത് സെന്റൻസിനെ കുറിച്ച് ഒരു കൃത്യമായ ധാരണ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച്. നമ്മുടെ ഗ്രാമറിന്റെ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതാണെങ്കിൽ പോലും അതിന്റെ ബേസ് എന്ന് പറയുന്നത്, ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. ഓക്കെ, നമുക്ക് 8 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്, അല്ലെ? ഏതൊക്കെയാ പാർട്സ് ഓഫ് സ്പീച്ച്? നൗൺ ഉണ്ട്, പ്രോനൗൺസ് ഉണ്ട്, വെർബ്, അഡ്ജക്റ്റീവ്സ്, ആഡ്വേർബ്സ്, പ്രിപ്പസിഷൻസ്, കൺജങ്ഷൻസ്, ഇന്റർജങ്ഷൻസ്. ഈ 8 പേർക്കും അവരുടേതായ ഉപയോഗങ്ങളും യൂസസും ഉണ്ട്. അപ്പൊ ഈ 8 വരെയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ബാച്ചിൽ പഠിക്കും. ഇപ്പൊ എല്ലാവരെയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നമുക്ക് ഒട്ടും സമയമില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നേനെ. ഓക്കെ, അപ്പം ഈ 8 ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ചും നന്നായിട്ട് പഠിച്ചിരിക്കുക. അതും ഒരുപാടൊന്നും പഠിക്കണ്ട, അതെന്താണെന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒരുപാട് ഷോർട്ട് മെത്തേഡും ഷോർട്ട് കട്ടൊക്കെ യൂസ് ചെയ്ത് നമുക്കത് പഠിക്കാം. ഇപ്പൊ നൗൺ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, നാമം, അല്ലെ? എന്തിനെങ്കിലും പേരിനെ സൂചിപ്പിക്കുന്നത് അത് നൗൺ ആണ്. ഇറ്റ്സ് എ നെയിമിംഗ് വേർഡ്. ഒരു സബ്ജക്റ്റിന് ഒരു നൗൺ ആയിട്ട് വരാം, ഇല്ലെങ്കിൽ ഒരു പ്രോനൗൺ ആയിട്ട് വരാം. പേര് കേൾക്കുമ്പോൾ അറിയാം, പ്രോ നൗൺ. അപ്പൊ നൗണിന് എന്തോ കാണിക്കാൻ ഉപയോഗിക്കുന്ന ആളല്ലേ പ്രോനൗൺ എന്ന് പറയുന്നത്. അപ്പൊ നൗൺ ഇല്ലെങ്കിൽ നൗണിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന ആളെയാണ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. വെർബ് എന്ന് പറയുന്നത് ക്രിയ, സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയെ കാണിക്കുന്നത് വെർബ്. അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് നാമവിശേഷണം, അല്ലെ? ഈ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പാർട്ട് ഓഫ് സ്പീച്ച് ആണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ പാർട്ട് ഓഫ് സ്പീച്ചിന് അതിൻ്റെതായ യൂസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ബാച്ചിൽ പഠിക്കും. ഇപ്പൊ എല്ലാം പറയാൻ നമുക്ക് സമയമില്ല. ഓക്കെ, അപ്പൊ ഇതിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് PSC ചോദിക്കുന്ന എന്താണെന്നറിയോ? ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC മിക്ക എക്സാംസിനും ചോദിച്ച് കാണാറുണ്ട്. ഒരു സെന്റൻസ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കും അത് ഏത് പാർട്ട് ഓഫ് സ്പീച്ച് ആണെന്ന് ചോദിക്കും. മെയിൻലി എനിക്ക് തോന്നുന്നു അഡ്ജക്റ്റീവ്സ്, ആഡ്വേർബ്സ്, അതിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓരോ പാർട്ട് ഓഫ് സ്പീച്ച്, നമ്മൾ സെന്റൻസ് പറഞ്ഞ പോലെ തന്നെ സെന്റൻസ് ഓരോന്നും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ 8 പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഈ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. ഏത് പാർട്സ് ഓഫ് സ്പീച്ച് ആണെന്ന് ചോദിക്കും. അടുത്ത ആള് വളരെ 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 പ്രധാനപ്പെട്ട ആളാണ്. ഞാൻ ആദ്യം കുട്ടികളെ പഠിപ്പിക്കുന്നത് ഗ്രാമറിൽ ഈ ഒരാളെയാണ് പഠിപ്പിക്കുന്നത്. എഗ്രിമെന്റ് ഓഫ് വേർബ് ആൻഡ് സബ്ജക്ട്. ഇയാൾക്ക് ഒരു പേരുണ്ട്. ആർക്കെങ്കിലും പറയാമോ? ഇതിനൊരു പേരുണ്ട്. എന്താണെന്നറിയോ? അറിയാവുന്ന പറഞ്ഞാൽ മതി, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞോളൂ. എഗ്രിമെന്റ് ഓഫ് വേർബ് ആൻഡ് സബ്ജക്ട് ഒരു പേരുണ്ട്. എന്താണെന്നറിയോ? ആർക്കെങ്കിലും? എനിവൺ? എന്തായിരിക്കണം? വെരി ഗുഡ്, ഹിബ. യെസ്, കോൺക്വേർഡ്, അല്ലെ? കോൺക്വേർഡ്. ഈ പേര് കേട്ടിട്ടുണ്ടോ? കോൺക്വേർഡ്. എഗ്രിമെന്റ് ഓഫ് വേർബ് ആൻഡ് സബ്ജക്ട് എന്ന് പറയുന്നത് കോൺക്വേർഡ് ആണ്. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഉറപ്പിച്ച് പറയാണ്,
സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് ഈ ഭാഗത്ത് നിന്ന് മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദ്യം പ്രതീക്ഷിക്കാം, ഉറപ്പാണ്. 100% ഞാൻ ഉറപ്പിച്ചു പറയാണ്, എഗ്രിമെന്റ് ഓഫ് വേർബ് ആൻഡ് സബ്ജക്റ്റിന്ന് ക്വസ്റ്റ്യൻ ഷുവർ ആണ്. കാരണം എല്ലാ എക്സാംസിനും PSC ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് കോൺക്വേർഡ് എന്ന് പറയുന്നത്. കോൺക്വേർഡ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ആ പേര് പോലെ എഗ്രിമെന്റ് ഓഫ് വേർബ് ആൻഡ് സബ്ജക്റ്റ്. സബ്ജക്റ്റും വെർബും തമ്മിലുള്ള റിലേഷൻ ഓർ എഗ്രിമെന്റിനെ കാണിക്കുന്നതിനെയാണ് സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് ഓർ കോൺക്വേർഡ് എന്ന് പറയുന്നത്. ഇപ്പൊ പറയുകയാണെങ്കിൽ അതിന്റെ ബേസിക് റൂൾ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആകണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് എന്താകണം? പ്ലൂറൽ ആകണം. ഒരു വെർബ് മെയിൻ വെർബ് ബേസ് ഫോമിൽ ഒന്നും ചേർക്കാതെ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ, അതായത് റൈറ്റ്, പ്ലേ, റീഡ്, സ്വിം എങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനർത്ഥം വെർബ് പ്ലൂറൽ ആണെന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, ദേ റൈറ്റ് ഇംഗ്ലീഷ്. എങ്ങനെ വരും? ദേ റൈറ്റ് ഇംഗ്ലീഷ്. അവർ ഇംഗ്ലീഷ് എഴുതുന്നു. ഇവിടെ നോക്കിക്കേ, റൈറ്റ് എന്ന് പറയുന്ന ഒരു ബേസ് വെർബ് അല്ലേ, ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആണ്. അപ്പൊ സബ്ജക്റ്റ് പ്ലൂറൽ ആയപ്പോ വെർബ് പ്ലൂറൽ ആയത് കണ്ടോ? പക്ഷെ ഞാൻ പറയാണ്, ഹി റൈറ്റ്സ് ഇൻ ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷിൽ എഴുതുന്നു. അപ്പൊ ഇവിടെ ഹി എന്ന് പറയുന്നത് ഒരാളാണ്, സബ്ജക്റ്റ് സിംഗുലർ ആണ്. അപ്പൊ വെർബ് എന്താക്കണം? സിംഗുലർ ആക്കണം. ഒരു വെർബിനെ സിംഗുലർ ആക്കുന്നത് SORES ചേർത്തിട്ടാണ്. അപ്പൊ ഇവിടെ ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലർ ആയപ്പോ വെർബ് സിംഗുലർ ആയത് കണ്ടോ? റൈറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതാണ് ബേസ് റൂൾ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, കോൺകോർഡിൽ വേറെയും കുറെ റൂൾസ് നമുക്ക് പഠിക്കാനുണ്ട്. അതങ്ങനെ പഠിച്ചാൽ മാത്രമേ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആ ഒരു കൺസെപ്റ്റ് കിട്ടിയാൽ മതി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്ന് ഷുവർ ആയിട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അതാണ് എഗ്രിമെന്റ് ഓഫ് വേർബ് ആൻഡ് സബ്ജക്റ്റ്. പിന്നെ വരുന്നത് കൺഫ്യൂഷൻ ഓഫ് അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വേർബ്സ് ആണ്. അത് ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച് പഠിക്കുകയാണെങ്കിൽ അഡ്ജക്റ്റീവ്സും ആഡ്വേർബ്സും പിന്നെ എന്താ പാട്? ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച് വരുന്ന രണ്ടുപേരാണ് അഡ്ജക്റ്റീവ്സും ആഡ്വേർബ്സും. ആഡ്വെർബ് എന്ന് പറഞ്ഞ പേര് കേട്ടറിയാം, ആഡ് വെർബ്. അപ്പൊ വെർബിന് എന്തോ ആഡ് ചെയ്യാനല്ലേ ഈ ആഡ് വെർബ് യൂസ് ചെയ്യുന്നത്? അത് തന്നെയാണ് വെർബിനെ ഡിസ്ക്രൈബ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന പാർട്ട് ഓഫ് സ്പീച്ച് ആണ് ആഡ് വെർബ് എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നാമവിശേഷണം അല്ലെ? നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യുന്നു, വെർബിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ആഡ് വെർബ് യൂസ് ചെയ്യുന്നു. മനസ്സിലായോ? ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച് പഠിക്കുമ്പോൾ ആ ഒരു ടോപ്പിക് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അതത്ര വലിയ ടാസ്ക് ഒന്നും അല്ല. പിന്നെ വരുന്നത് കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതും എക്സാംസിന് ചോദിക്കാറുണ്ട്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺസ്. അഡ്ജക്റ്റീവിനെ കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന 3 ഫോംസിനെയാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്നത്. ഏതൊക്കെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ? പോസിറ്റീവ് ഡിഗ്രി ഉണ്ട്, കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ട്, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ട് അല്ലെ? ഇപ്പൊ ഒരു യൂണിറ്റ് ഒക്കെയാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ പോസിറ്റീവ് ഡിഗ്രി എന്നാണ് പറയുന്നത്. രാജു ഈസ് എ ക്ലെവർ ബോയ് അല്ലെ? രാജു ഒരു ക്ലെവർ ബോയ് ആണ്. ഇവിടെ രാജുവിനെ കുറിച്ച് മാത്രമല്ലേ പറയുന്നുള്ളൂ. അപ്പൊ ഒരു പേഴ്സൺ, ഒരു തിങ്, ഇതിനെല്ലാം കാണിക്കുന്നെങ്കിൽ അത് പോസിറ്റീവ് ഡിഗ്രി ആണ്. രണ്ടുപേരെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴോ അത് കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്. 2 യൂണിറ്റ്സ്, 2 വ്യക്തിയാകാം, 2 വസ്തു ആകാം. രാജു ഈസ് ക്ലെവറർ ദാൻ ടീന. ഇവിടെ രണ്ടുപേര് തമ്മിലുള്ള കമ്പാരിസൺ അല്ലേ നടക്കുന്നത്? രാജു ടീനയും തമ്മിലുള്ള കമ്പാരിസൺ ആണ് നടക്കുന്നത് അല്ലേ? രാജു ഈസ് ക്ലെവറർ ദാൻ ടീന. ഇനി പറയാണ് എന്താണ്? ക്ലെവറസ്റ്റ് അല്ലെ? അപ്പൊ ക്ലെവർ, ക്ലെവറർ, ക്ലെവറസ്റ്റ്. സൂപ്പർലേറ്റീവ് ആണ് ക്ലെവറസ്റ്റ് എന്ന് പറയുന്നത്. സൂപ്പർലേറ്റീവ് എന്ന് പറയുന്നത് ഒരുപാട് പേരുണ്ടെങ്കിൽ ലാർജർ യൂണിറ്റ്സിനെ കമ്പയർ ചെയ്യാനാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ബാച്ചിൽ പഠിക്കും കേട്ടോ. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പൊ കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ്. അതിൽ നിന്ന് മസ്റ്റ് ആൻഡ് ഷുവർ ആയിട്ട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. കൂടുതലും ചോദിക്കുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്. കമ്പാരിറ്റീവ് ഡിഗ്രി എന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അത് ആ ഒരു ചോദിച്ചിരിക്കുന്ന പാറ്റേൺ അങ്ങനെയാണ്. ഒരു 2-3 എക്സാംസ് അടുപ്പിച്ച് കമ്പാരിറ്റീവ് ഡിഗ്രിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. കമ്പാരിറ്റീവ് ഇപ്പൊ മനസ്സിലായല്ലോ, രണ്ടുപേരെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ER ചേർത്തിട്ട്, പോസിറ്റീവ് ഡിഗ്രിയുടെ കൂടെ ER ചേർത്തിട്ടാണ് കമ്പാരിറ്റീവ് ഡിഗ്രി ഫോം ചെയ്യുന്നത്. EST ചേർത്താണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ഫോം ചെയ്യുന്നത്. പിന്നെ വരുന്നത് ആഡ്വേർബ്സ് ആൻഡ് പൊസിഷൻ ഓഫ് ആഡ്വേർബ്സ് ആണ്. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. ആഡ്വേർബ്സും അഡ്ജക്റ്റീവ്സും പഠിക്കുമ്പോൾ അതിനൊപ്പം തന്നെ നമ്മൾ പൊസിഷനും പഠിക്കും.
പിന്നെ വരുന്നത് ആർട്ടിക്കിൾസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സെന്റൻസിന് അർത്ഥം കൊടുക്കാൻ, മീനിങ് കൊടുക്കാൻ യൂസ് ചെയ്യുന്ന കീവേഡ്സിനെയാണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിൾസ് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് പറയാമോ ആർക്കെങ്കിലും? ആർട്ടിക്കിൾസിന്റെ രണ്ട് കാറ്റഗറി പറയാമോ? എനിവൺ? എന്തായിരിക്കണം ആർട്ടിക്കിൾസ്? നമ്മൾ പണ്ടേ കുഞ്ഞിലേ പഠിക്കുന്നതാണ്. എന്തായിരിക്കണം ആർട്ടിക്കിൾസ്? ഒന്ന് ഊഹിച്ചെടുത്തേ. എന്തായിരിക്കണം? അറിയുന്നത് പറഞ്ഞോളൂ. ഡെഫിനിറ്റ് ആർട്ടിക്കിളും, വെരി ഗുഡ് ആര്യ. പിന്നെ ഡെഫിനിറ്റ് ആണെങ്കിൽ അതിന്റെ കൂടെ വരുന്ന ആരായിരിക്കണം? ഇൻഡെഫിനിറ്റ് അല്ലെ? ഡെഫിനിറ്റും ഇൻഡെഫിനിറ്റും. ഡെഫിനിറ്റ് എന്ന് പറയുന്നത് ഒരു പേഴ്സൺ, ഒരു തിങ്, എന്തെങ്കിലും പ്രത്യേകം എടുത്തു പറയാൻ യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കേണ്ട ഇൻഡെഫിനിറ്റ് എന്ന് പറയുന്നത്. ഇൻഡെഫിനിറ്റ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട്, ജനറൽ ആയിട്ട് പറയാൻ യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഡെഫിനിറ്റ് എന്ന് പറയുന്നത് ദയും, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഓയും ആനുമാണ്. ഓർ ആൻ ആണ് ഇൻഡെഫിനിറ്റ്. ദ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. അപ്പൊ ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ പഠിക്കേണ്ടത് ദയുടെ യൂസസ് നമ്മൾ പഠിച്ചിരിക്കണം. ഡെഫിനിറ്റ് ആർട്ടിക്കിളിന് യൂസസ് ഉണ്ട്, ഒമിഷൻസ് ഉണ്ട്. എവിടെ ദ യൂസ് ചെയ്യാൻ പാടില്ല എന്നും ചെയ്യണം ഉള്ള റൂൾസും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസും നമ്മൾ പഠിക്കേണ്ട കാറ്റഗറിയാണ്. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നത് പ്രൈമറി മോഡൽ ഓക്സിലറി വെർബ്സ് ആണ്. അത് വെർബില് നമ്മൾ പഠിക്കും. വെർബിന്റെ വേറൊരു കാറ്റഗറിയാണ് ഓക്സിലറി വെർബ്സ് എന്ന് പറയുന്നത്. സഹായക ക്രിയ അല്ലെ? ഒരു മെയിൻ വെർബിനെ സഹായിക്കാൻ യൂസ് ചെയ്യുന്ന വെർബിനെയാണ് ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. ഈ ഓക്സിലറി വെർബിന്റെ രണ്ട് കാറ്റഗറിയാണ് പ്രൈമറി ഓക്സിലറീസും മോഡൽ ഓക്സിലറീസും. ഈ സിലബസിൽ കൊടുത്തിരിക്കുന്നത് MODEL ആണ്. EL അല്ല കേട്ടോ, AL ആണ്. MODEL ആണ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രൈമറി ഓക്സിലറീസും മോഡൽ ഓക്സിലറീസിനും യൂസ് നമ്മൾ പഠിച്ചിരിക്കണം. അതും ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നത് ടാഗ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് കാണുമ്പോൾ ഭയങ്കര എളുപ്പമാണ്, എന്നാൽ എല്ലാ എക്സാംസിനും ടാഗ് ക്വസ്റ്റ്യൻസ് ഓർ ക്വസ്റ്റ്യൻ ടാഗ് ചോദിച്ചിട്ടുണ്ട്. എല്ലാ എക്സാംസിനും ചോദിക്കാറുണ്ട്, നമുക്ക് അറിയുന്നതാണ്. അതായത് ആദ്യം ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ മനസ്സിലാക്കുക അത് പോസിറ്റീവ് സെന്റൻസ് ആണോ നെഗറ്റീവ് സെന്റൻസ് ആണോ എന്ന് മനസ്സിലാക്കുക. ഒരു സെന്റൻസ് സിമ്പിൾ ആയിട്ടാണ് വരുന്നതെങ്കിൽ, ഒരു നെഗറ്റീവ് വേർഡ്സും ഇല്ലാതെ വരികയാണെങ്കിൽ അത് പോസിറ്റീവ് സെന്റൻസ് ആണ്. ഒരു സെന്റൻസിൽ നെഗറ്റീവ് വേർഡ്സ് ആയ നോറ്, നോട്ട്, നെവർ, നെയ്തർ, അപ്പൊ കുറെ പേര് അത് നോക്കുമ്പോൾ നെഗറ്റീവ് വേർഡ്സ് നോറ്, നോട്ട്, നെയ്തർ ഒക്കെ ആണല്ലോ, ഇത് വന്നിട്ടില്ലല്ലോ, അപ്പൊ ഇത് പോസിറ്റീവ് ആണ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സെൽഡം എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, ബെയർലി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, റെയർലി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, സ്കേഴ്സ്ലി, ലിറ്റിൽ, ഫ്യൂ, ഇതെല്ലാം നെഗറ്റീവ് വേർഡ്സ് ആണ്. ഇതിൽ ഏത് വാക്കൊരു സെന്റൻസിൽ വന്നാലും സെന്റൻസ് നെഗറ്റീവ് ആകും. അപ്പൊ ചെയ്യേണ്ട എന്താണ്? സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആകണം. പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആകണം. ഓക്കെ, ഒരു സെന്റൻസിന്റെ അവസാനം ചേർക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെ ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യേണ്ടെന്ന് വെച്ചാൽ അതിന്റെ അകത്ത് ഒരു ഓക്സിലറി വെർബ് ഉണ്ടാകും. അത് നമ്മൾ ഓക്സിലറി വെർബിൽ പഠിക്കും. ആ ഓക്സിലറി വെർബ് യൂസ് ചെയ്തിട്ടാണ് ടാഗ് ഫോം ചെയ്യേണ്ടത്. ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ ഡു, ഡസ്, ഡിഡ് യൂസ് ചെയ്താണ് ടാഗ് ഫോം ചെയ്യേണ്ടത്. അതെല്ലാം നമ്മൾ ബാച്ചിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇൻഫിനിറ്റീവ്സ് ആൻഡ് ജെറൻസ് ചോദിക്കാറുണ്ട്. ടു ഇൻഫിനിറ്റീവ്, ബെയർ ഇൻഫിനിറ്റീവ് ഒക്കെ ചോദിക്കാറുണ്ട്. ഇൻഫിനിറ്റീവ് വെർബ് എന്താണെന്നറിയോ? വെർബ് ബേസ് ഫോമിലാണെങ്കിൽ, ഫസ്റ്റ് ഫോമിലാണെങ്കിൽ അതിനെയാണ് ഇൻഫിനിറ്റീവ് വെർബ് എന്ന് നമ്മൾ പറയുന്നത്. ഈ ബേസ് വെർബിന്റെ കൂടെ ടു ചേർത്ത് നമ്മൾ പറയുകയാണെങ്കിൽ അതിനെ ടു ഇൻഫിനിറ്റീവ് എന്നാണ് പറയുന്നത്. ഓക്കെ, ടു പ്ലസ് ബേസ് വെർബ്. ബേസ് വെർബിന്റെ കൂടെ അല്ലെങ്കിൽ ഫസ്റ്റ് ഫോം ഓഫ് വെർബിന്റെ കൂടെ ടു വരികയാണെന്നുണ്ടെങ്കിൽ ടു ഇൻഫിനിറ്റീവ്. ഇൻഫിനിറ്റീവ് എന്ന് വെച്ചാൽ ഒന്നുമില്ലാതെ വെർബ് ഒറ്റയ്ക്ക് ബേസ് ഫോമിൽ വരികയാണെങ്കിൽ അത് ഇൻഫിനിറ്റീവ് വെർബ് ആണ്. പിന്നെ വരുന്നത് ജെറൻസ് ആണ്. ജെറണ്ട് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു വെർബ് ING ഫോമിലാണെങ്കിൽ അത് ജെറണ്ട് ആണ്. നൗൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ING ഫോം ഓഫ് വെർബിനെയാണ് ജെറൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അത് അവിടെ ഇരിക്കട്ടെ. പിന്നെ ഉള്ളത് ടെൻസസ് ആണ്. കാലം അല്ലെ, ഇമ്പോർട്ടന്റ് ആണ്. ടെൻസ് അറിയെങ്കിൽ മാത്രമേ റിപ്പോർട്ടഡ് സ്പീച്ചും ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അതിൽ നിന്നെല്ലാം PSC മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്.
പിന്നെ കണ്ടീഷണൽ സെന്റൻസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇഫ് ക്ലോസും നമ്മൾ അറിഞ്ഞിരിക്കുക. അടുത്ത ആളെ നോക്കിക്കേ, പ്രിപ്പസിഷൻസ്. തെറ്റിപ്പോകുന്ന ഒരു ഏരിയ ആണ് പ്രിപ്പസിഷൻ, അല്ലെ? പ്രത്യേകിച്ച് അയ്യോ ഓണാണോ ഇന്നാണോ അറ്റാണോ ആകെ അങ്ങോട്ട് കൺഫ്യൂഷൻ ആവും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാ, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് ഏതാണ് ചേർച്ച എന്ന് തോന്നുന്നത് നമ്മൾ അത് ചെയ്യും. അതാണ് ഒബ്വിയസ്ലി എല്ലാവരും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യരുത്. ഓരോ പ്രിപ്പസിഷനും അതിൻ്റെതായ ഉപയോഗങ്ങളുണ്ട്. ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച് വരുന്ന ഒരാളാണ് പ്രിപ്പസിഷൻ എന്ന് പറയുന്നത്. അതിൽ ഓരോ പ്രിപ്പസിഷൻ, ഇന്ന്, ഓണ്, അറ്റ്, ഫോർ, ബിസൈഡ്, ബിനീറ്റ്, ഇതിന്റെ എല്ലാം യൂസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. PSC എപ്പോഴും ചോദിക്കുന്നതാണ് ഡൈഡ് ഓഫ്, ഡൈഡ് ഫ്രം, മെയ്ഡ് ഓഫ്, മെയ്ഡ് ഫ്രം. ഇതെല്ലാം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നെ വരുന്നത് യൂസ് ഓഫ് കോറിലേറ്റീവ്സ് ആണ്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൺജങ്ഷൻസിൽ വരുന്ന ഒരു ടൈപ്പ് ആണ് കോറിലേറ്റീവ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. കൺജങ്ഷൻസ് എന്ന് പറയുന്നത് സെയിം ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച് വരുന്നതാണ്. രണ്ട് വേർഡ്, രണ്ട് ഫ്രേസ്, രണ്ട് സെന്റൻസ്, ഇതിനെല്ലാം ജോയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന പാർട്ട് ഓഫ് സ്പീച്ചിനെയാണ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. ചേർത്ത് വെക്കാൻ, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ഈ കൺജങ്ഷൻസ് തന്നെ ഒരു 3 ടൈപ്പ് ഉണ്ട്. സബോർഡിനേറ്റിംഗ്, കോർഡിനേറ്റിംഗ്, കോറിലേറ്റീവ്. കോറിലേറ്റീവ് എന്ന് പറയുന്ന പെയറായിട്ട് വരുന്ന കൺജങ്ഷൻസിനെയാണ് കോറിലേറ്റീവ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഒരു ക്വസ്റ്റ്യനിൽ ഒരു പെയർ തന്നിരിക്കും, മറ്റു പേർ തന്നിരിക്കില്ല, ഓപ്ഷനിലായിരിക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, കോറിലേറ്റീവ് കൺജങ്ഷൻസിൽ ഓരോ പെയറിനെ കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കണം, പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. ഒരു പെയർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം അതിന്റെ കൂടെ വരുന്ന പെയർ ഏതാണ്, ഇതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പൊ അതിന് കോറിലേറ്റീവ് കൺജങ്ഷൻസ് പഠിക്കുക, അതിന്റെ പെയറും പഠിക്കുക, അതിന്റെ മീനിങ്ങും പഠിക്കുക. ഓക്കെ. പിന്നെ വരുന്നത് നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. ചോദിക്കാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് ചോദിക്കാറുണ്ട്. ഒരു ഡയറക്റ്റ് വന്നിട്ട് അതിനെ ഇൻഡയറക്റ്റിലോട്ടും ആക്കാൻ ചോദിക്കാറുണ്ട്. ഇൻഡയറക്റ്റ് സ്പീച്ച് വന്നിട്ട് ഡയറക്റ്റിലോട്ട് ആക്കാനും ചോദിക്കാറുണ്ട്. ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പീക്കർ നേരിട്ട് ഒരു കാര്യം പറയുന്നതാണ് ഡയറക്റ്റ് സ്പീച്ച്. ഇപ്പൊ നിങ്ങളോട് ഞാൻ നേരിട്ടല്ലേ ഓരോ കാര്യങ്ങളും പറയുന്നത്. അപ്പൊ ഇതിനെ ഞാൻ എന്താ പറയുന്നത്, ഡയറക്റ്റ് സ്പീച്ച്. പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ട് നിങ്ങളുടെ വേറൊരു ഫ്രണ്ടിനോട് പറയുകയാണെങ്കിലോ, അത് ഏത് സ്പീച്ചാണ്, റിപ്പോർട്ടഡ് സ്പീച്ചാണ്. കാരണം നിങ്ങൾ ഞാൻ പറയുന്ന കേട്ടിട്ട് നിങ്ങൾ ആ കാര്യം മൂന്നാമതൊരാളോട് പറയാണ്, നറേറ്റ് ചെയ്യാണ്, അല്ലെ? അതിനെ റിപ്പോർട്ടഡ് സ്പീച്ച് എന്നാണ് പറയുന്നത്. അവിടെയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ വരുന്ന ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ആണ്. സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആക്റ്റീവ് വോയിസ്, ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പാസീവ് വോയിസ്. അത്രേ ഉള്ളൂ. പിന്നെ വരുന്നത് കറക്ഷൻ ഓഫ് സെന്റൻസസ് ആണ്. അതും ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറയുന്നത് ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച്, എഗ്രിമെന്റ് ഓഫ് വേർബ് ആൻഡ് സബ്ജക്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. പ്രിപ്പസിഷൻസ്, കോറിലേറ്റീവ്സ്, ആർട്ടിക്കിൾസ്, ഇതൊക്കെയാണ് കൂടുതലും PSC ചോദിച്ച് കാണാറ്. ടൈപ്സ് ഓഫ് സെന്റൻസസ്. പിന്നെ വരുന്ന രണ്ടാമത്തെ കാറ്റഗറി വെക്കാബുലറി ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഗ്രാമറിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആണോ കൊടുക്കുന്നത്, അതേ ഇമ്പോർട്ടൻസ്, അതേ തുല്യത നിങ്ങൾ ആർക്ക് കൊടുക്കണം, വെക്കാബുലറിക്ക് കൊടുക്കണം. വെക്കാബുലറി സിമ്പിൾ ആണ്. ഇതിൽ വരുന്ന സിംഗുലർ, പ്ലൂറൽ, ജെൻഡർ, കളക്റ്റീവ് നൗൺസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എപ്പോഴും ചോദിക്കാറുണ്ട്. ഗ്രൂപ്പ് ഓഫ് ഈഗിൾസ് ഈസ് കോൾഡ്. അതുപോലെ എന്താ പറയാ, സ്റ്റാർസിന്റെ കളക്റ്റീവ് നൗൺ, ഇതെല്ലാം PSC ചോദിക്കാറുണ്ട്. ലയന്റെ കളക്റ്റീവ് നൗൺസ്. അപ്പൊ കളക്റ്റീവ് നൗൺസിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ കോമ്പൗണ്ട് വേർഡ്സ് ചോദിക്കാറുണ്ട്. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതിലെ കോമ്പൗണ്ട് വേർഡ് ഏതാണെന്ന് ചോദിക്കും. കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ 2 വാക്കുകൾ ഒന്നായിട്ട് വരികയാണെങ്കിൽ അത് കോമ്പൗണ്ട് വേർഡ്സ് ആണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ കോമ്പൗണ്ട് വേർഡ്സ് ഏതാണെന്ന് PSC ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ സിനോണിംസ്, ആന്റോണിംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിനോണിംസ് എന്ന് പറയുന്നത് ഒരേ അർത്ഥം തരുന്ന വേർഡ്സ്, സെയിം മീനിങ് തരുന്നത് സിനോണിംസും, ഓപ്പോസിറ്റ് അതിന്റെ വിപരീതമാണെങ്കിൽ അത് ആന്റോണിംസും ആണ്. അത് പഠിച്ചിരിക്കുക. PSC എപ്പോഴും ചോദിക്കുന്ന ഏരിയ ആണ് സിനോണിംസ്, ആന്റോണിംസ്, ഇഡിയംസ്, വൺ വേർഡ്. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വരുന്ന ഫ്രേസൽ വെർബ്സും ഫോറിൻ വേർഡ്സ് ഒക്കെയാണ്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫീൽഡ് ഓഫ് സ്റ്റഡി ഇല്ലേ. ഇപ്പൊ പറയുകയാണെങ്കിൽ എന്താ പറയാ, ഇപ്പോ മെഡിക്കൽ ഫീൽഡിനെ കുറിച്ച് ഡെർമറ്റോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് സ്കിൻ ആണ്, അല്ലെ? അതുപോലെ ഗൈനക്കോളജി, അല്ലെ? പീഡിയാട്രിക്, ഫിസിഷ്യൻ,
അതുപോലെ എന്താ പറയാ വെതറിനെ കുറിച്ച് പഠിക്കുന്നത്, അങ്ങനെ ഫീൽഡ് ഓഫ് സ്റ്റഡീനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അതുപോലെ PSC ചോദിക്കുന്നതാണ് ഫോബിയാസിനെ കുറിച്ച്. ഓരോ ഫോബിയാസ് ഉണ്ട്, സൈനോഫോബിയ, എക്കോഫോബിയ, സൂഫോബിയ, ഇങ്ങനെ ഓരോ ഫോബിയാസ് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പൊ ഫോബിയാസിനെ കുറിച്ചും നമ്മൾ പഠിച്ചിരിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്ട്രാ മെറ്റീരിയൽസ് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനാണെങ്കിൽ പ്രീവിയസ് ഇയർ PSC ചോദിച്ചിട്ടുള്ള മെറ്റീരിയൽസും കൊടുക്കാറുണ്ട്. അതുപോലെ ഒരുപാട് വർഷം ചോദിച്ച ഒരു പാറ്റേൺ നമുക്കറിയാലോ, അതിൽ ഏറ്റവും സെലക്റ്റീവ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇഡിയംസും വൺ വേർഡ് ഒക്കെയാണ് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. ഓക്കെ, അതുപോലെ സ്പെല്ലിംഗ് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എൻ്റെ മക്കളെ. എല്ലാ ടെസ്റ്റിനും PSC ചോദിക്കുന്നതാണ് സ്പെല്ലിംഗ് ടെസ്റ്റ്, ഉറപ്പാണ്. ഒരു എക്സാം പോലും എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ LSDI SI ഒരു എക്സാമിനും ഈ സ്പെല്ലിംഗ് ടെസ്റ്റ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടില്ല. എല്ലാത്തിലും സ്പെല്ലിംഗ് ടെസ്റ്റ് ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്. സ്പെല്ലിങ്സിനെ കുറിച്ച് ഒരു ധാരണ വേണം. അതുപോലെ ഇഡിയംസ്, ശൈലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞു വെക്കാബുലറിയിൽ ഫോക്കസ് ചെയ്യേണ്ടത് ആന്റോണിംസ്, സിനോണിംസ്, ഇഡിയംസ്, വൺ വേർഡ്. അത് പാടൊന്നുമില്ല, നമ്മൾ ബാച്ചിൽ വരുമ്പോൾ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇഡിയംസ് ഒക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് പഠിക്കാം അല്ലെ, നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇഡിയംസ് പഠിക്കാം. ഇപ്പൊ പറയുകയാണെങ്കിൽ എന്താ പറയുന്നത്, റെഡ് ലെറ്റർ ഡേ. റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത് ഒരു ഓർമ്മ ദിവസത്തിനെയാണ് റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കലണ്ടറില് ചുവന്ന അക്കങ്ങളിൽ കൊടുത്തിട്ടില്ലേ, എന്തിനാ ഈ ഇമ്പോർട്ടന്റ് ഹോളിഡേയ്സും ഡേറ്റ്സ് ഒക്കെ റെഡ് ലെറ്ററിൽ കൊടുത്തിരിക്കുന്നത്? അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം, ഇന്ന് ഹോളിഡേ ആണ്, പബ്ലിക് ഹോളിഡേ ആണ്. നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ടല്ലേ കലണ്ടറിൽ ചുവന്ന അക്കങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ റെഡ് ലെറ്റർ ഡേ എന്തായിരിക്കണം, ഓർമ്മ ദിവസം അല്ലെ, മെമ്മറബിൾ ഡേ ആണ് റെഡ് ലെറ്റർ ഡേ. അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ചത് എന്ത് വെച്ചാണ്, കലണ്ടർ വെച്ചിട്ടാണ് അല്ലെ. അപ്പൊ ഓരോ ഇഡിയംസും നമ്മൾ അങ്ങനെ ഷോർട്ട് ട്രിക്സും മെത്തേഡും യൂസ് ചെയ്തിട്ടായിരിക്കും പഠിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ട്രാൻസ്ലേഷൻ ഓഫ് പ്രോവേർബ് ആണ്. അതങ്ങനെ ചോദിക്കാറില്ല, എന്നാലും വിടണ്ട, ജസ്റ്റ് ഒന്ന് പഠിക്കുക. പ്രോവേർബ്സിന്റെ ട്രാൻസ്ലേഷൻ ആണ്. കറക്റ്റ് സിലബസ് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല, ചിലപ്പോൾ ട്രാൻസ്ലേഷൻ കാണാതിരിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ സിലബസിന്റെ ഓവർവ്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? സോ ഫാർ ക്ലിയർ ആണോ എല്ലാവർക്കും? ആണോ അല്ലയോ? ഇന്ററാക്ട് ചെയ്തേ, മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എനിവൺ? ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഈ ഗ്രാമർ പോലെ തന്നെ നിങ്ങൾ ഏതിന് ഫോക്കസ് ചെയ്യണം, വെക്കാബുലറിയും ഫോക്കസ് ചെയ്യണം. രണ്ടും ഒരുമിച്ച് തന്നെ കൊണ്ടുപോകണം. ഈ രണ്ടും ഞാൻ പറയുന്ന ഈ ഏരിയാസ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ആ 20 മാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കും. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരുപാടൊന്നും ശ്രദ്ധിക്കണ്ട. ആ 20 മാർക്ക് നിങ്ങൾക്ക് കളയണോ നേടിയെടുക്കണോ നിങ്ങൾ തീരുമാനിക്കുക അല്ലെ. ആ 20 മാർക്ക് നേടിയെടുക്കാനല്ലേ നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ചെറിയ ചെറിയ ഷോർട്ട് കട്ട്സും മെത്തേഡും യൂസ് ചെയ്ത് നമുക്കിത് പഠിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക, ആൻസർ ചെയ്യുക, എല്ലാവരും ആൻസർ ചെയ്യുക. തെറ്റുകയാണെങ്കിൽ പോട്ടെ, തെറ്റിക്കോട്ടെ, തെറ്റിൽ നിന്നല്ലേ നമ്മൾ പഠിക്കുന്നത്. ആരും പെർഫെക്റ്റ് അല്ല അല്ലെ, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. നമ്മൾ തെറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്. താഴത്തെ പടിയിൽ നിന്നാണ് നമ്മൾ കയറി മുകളിലോട്ട് പോവേണ്ടത്. ഒറ്റയടിക്ക് നമുക്ക് മുകളിൽ പോകാൻ പറ്റുമോ? ഇല്ല, അതിൻ്റെതായ കഷ്ടപ്പാട് നമുക്കുണ്ട് അല്ലെ. അപ്പം എല്ലാത്തിനും കഷ്ടപ്പാടുണ്ട്, കഷ്ടപ്പെടാതെ നമുക്കൊന്നും കിട്ടില്ല അല്ലെ. അപ്പോ എല്ലാവരും ആൻസർ ചെയ്യാം. തെറ്റാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, സാരയില്ല, തെറ്റിൽ നിന്നാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആദ്യം ഞാൻ പറഞ്ഞു, ആദ്യം ഒരു കാര്യം പറഞ്ഞു, ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അത് ഏത് ടോപ്പിക്കിൽ നിന്നാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ക്രീം എലമെന്റ് എന്ന് പറയുന്നത്. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഏത് ടോപ്പിക് ആണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് മാത്രമേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് പോവാം. LSDI സെക്രട്ടറി, ഇപ്പൊ കഴിഞ്ഞ LSDI സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അവിടെ നിന്ന് തന്നെ തുടങ്ങാന്ന് വിചാരിച്ചു. Neither food nor water dash to be found there. Fill in the blank space. നിങ്ങൾക്ക് തന്ന ഓപ്ഷൻ ആണ്. ഓപ്ഷൻസ് ഒക്കെ ശ്രദ്ധിച്ചോണം, ചോദിക്കുന്ന പാറ്റേൺ. വേർ ഉണ്ട്, വാസ് ഉണ്ട്, ഹാവ് ഉണ്ട്, നൺ ഓഫ് ദി എബവ് ഉണ്ട്. ഇതിൽ ഏതായിരിക്കണം ആൻസർ? ഏതായിരിക്കണം? നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാം. ഏതായിരിക്കും? അതിനു മുമ്പ് നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു, ഇത് ഏത് ടോപ്പിക് ആണെന്ന് പറഞ്ഞേ. ഇത് ഏത് ടോപ്പിക്കാ?
നിങ്ങൾക്ക് തോന്നുന്ന പറഞ്ഞു, ഇത് ഏത് ടോപ്പിക് ആണെന്ന് പറഞ്ഞിട്ട് ആൻസറിലോട്ട് നമുക്ക് പോവാം. കാരണം നമ്മളിപ്പോ സിലബസ് ഡിസ്കസ് ചെയ്തല്ലോ, നമുക്കൊരു ഓവർവ്യൂ കിട്ടിയല്ലോ. ഇത് ഏത് ടോപ്പിക്കാ? ഒരാള് പറഞ്ഞു. ഓക്കെ, ബാക്കിയുള്ളവര് പറഞ്ഞേ. യെസ്, ഗ്രാമറിലെ ഏത് ടോപ്പിക്കാ? കോൺക്വേർഡ്. കോൺക്വേർഡിൽ നിന്നാണ് ചോദിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ അത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കോൺക്വേർഡ് ആണ്, സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ആണ്. ഞാൻ പറഞ്ഞു കോൺക്വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതില് ബേസിക് റൂൾ എന്ന് പറയുന്നത് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആകും, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആകും. ഇതുപോലെ ഒരുപാട് റൂൾസ് നമുക്കുണ്ട്. ഇനി ഞാൻ പറഞ്ഞു തരാം. ആൻസർ പറഞ്ഞേ. ആൻസറും കൂടെ പറഞ്ഞിട്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആൻസർ എന്തായിരിക്കും? നിങ്ങളൊന്ന് ഗസ് ചെയ്ത് പറഞ്ഞോളൂ. നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. നിങ്ങൾക്ക് അറിയുന്നത് പറഞ്ഞാൽ മതി. വാസ് ആണോ, വേർ ആണോ, ഹാവ് ആണോ, നൺ ഓഫ് ദി എബവ് ആണോ? ഓക്കെ, ഇവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോണേ. ഈ നെയ്തർ കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചോ. അതായത് ഫുഡും വാട്ടറുമാണ് വന്നിരിക്കുന്നത്. ഈ വാട്ടർ എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ അല്ലേ? ഫുഡും വാട്ടറൊക്കെ അൺകൗണ്ടബിൾ. വാട്ടർ എന്ന് പറയുന്ന അൺകൗണ്ടബിൾ നൗൺ ആണ്. എണ്ണാൻ പറ്റാത്ത വസ്തുക്കളെയാണ് അൺകൗണ്ടബിൾ നൗൺസ് ഓർ മാസ് നൗൺസ് എന്ന് പറയുന്നത്. എണ്ണാൻ പറ്റുന്ന വസ്തുക്കളെ കൗണ്ട് നൗൺസ് ഓർ കൗണ്ടബിൾ നൗൺസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണേ, അൺകൗണ്ടബിൾ നൗൺ ആണ് വരുന്നതെങ്കിൽ വെർബ് എപ്പോഴും സിംഗുലർ വെർബ് ആയിരിക്കണം. ഓക്കെ, അൺകൗണ്ടബിൾ വെർബാണ് വരുന്നതെങ്കിൽ വെർബ് ഏത് വെർബ് ആയിരിക്കണം? സിംഗുലർ വെർബ് ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ആൻസർ പറഞ്ഞേ. ഇനി എന്തായിരിക്കണം പറഞ്ഞേ. നമ്മൾ പറഞ്ഞു ഒരു സാധനം അതിൽ നിന്ന് കിട്ടി, അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ വെർബ് സിംഗുലർ ആവും. അപ്പൊ ആൻസർ എന്തായിരിക്കും ഇതില്? എന്തായിരിക്കും? നമുക്ക് നോക്കാം. ഈ വേർ എന്ന് പറയുന്നത് പ്ലൂറൽ അല്ലേ? വേർ പ്ലൂറൽ അല്ലേ? ഇനി ഹാവ് എന്ന് പറയുന്നത് പ്ലൂറൽ അല്ലേ? ഹാസ് സിംഗുലറും ഹാവ് പ്ലൂറലുമാണ്. വാസ് സിംഗുലറും വേർ പ്ലൂറലുമാണ്. അപ്പൊ ഇവിടെ ഒരു സിംഗുലർ വെർബ് ഇല്ലേ? ആരേ സിംഗുലർ വെർബ്? വാസ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യമോ ബാക്കി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ വെർബ് ഏത് വെർബ് ആയിരിക്കണം? സിംഗുലർ വെർബ് ആയിരിക്കണം. അപ്പൊ ഈ കൂട്ടത്തിൽ നോക്കുക, ഏതാണ് സിംഗുലർ വെർബ് എന്ന് നോക്കുക. വാസ് ആണ് സിംഗുലർ വെർബ്. കിട്ടിയില്ലേ ആൻസർ? അപ്പൊ neither food nor water was to be found there. was ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം. add proper question tag from the following option. question tag ഞാൻ പറഞ്ഞു ടാഗ് ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. അത് ഈസി ആണെന്നും പറഞ്ഞ് അത് പിന്നെ പഠിക്കാമെന്നും പറഞ്ഞ് മാറ്റി വെക്കരുത്. അതിനും കുറച്ച് റൂൾസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി പറഞ്ഞേ. none of the customers were happy. isn't it ആണോ, were they ആണോ, hasn't it ആണോ, weren't they ആണോ? അറിയുന്നത് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. തെറ്റാണെങ്കിൽ സാരയില്ല, പോട്ടെ. എന്തായിരിക്കും വരിക? ആൻസർ എന്തായിരിക്കണം? എല്ലാവരും ആൻസർ ചെയ്യണേ. ആൻസർ ചെയ്യാതെ ആരും ഇരിക്കരുത്. കാരണം ഇത് നിങ്ങൾക്ക് ഈ 2 ഡേയ്സ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് വരാൻ പോകുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ എല്ലാവരും അത് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. യെസ്, അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടി. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്നറിയോ? ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യന് തന്നെയുണ്ട്, ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പൊ ഞാൻ സിലബസ് പറഞ്ഞു തന്നപ്പോ ഒരു കാര്യം പറഞ്ഞു. സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആകും, സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആകും. ഇനി ആദ്യം ചെയ്യേണ്ടത് സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാം. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഒരു സെന്റൻസിലെ നെഗറ്റീവ് വേർഡ്സ് ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആണ്. ഇവിടെ നെഗറ്റീവ് വേർഡ്സ് ഇല്ലേ? ഏതാണ്? നണ്ണ് വന്നിട്ടില്ലേ? നണ്ണെന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വേർഡ് അല്ലേ? അപ്പൊ ഇത് ഏത് സെന്റൻസാ? നെഗറ്റീവ് സെന്റൻസ് ആണ്. സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഇനി ഓക്സിലറി വെർബ് ഉണ്ടോ എന്നാണ് രണ്ടാമത് നോക്കേണ്ടത്. ഓക്സിലറി വെർബ് ഉണ്ടോ? ഏതാണ് ഓക്സിലറി വെർബ്? വേർ ആണ് ഓക്സിലറി വെർബ്.
അപ്പൊ വേറെ യൂസ് ചെയ്താണ് ടാഗ് ഫോം ചെയ്യേണ്ടത്. ടാഗ് പോസിറ്റീവ് ആണെന്ന് ഓർക്കണം, കാരണം സെന്റൻസ് നെഗറ്റീവ് ആണ്. അപ്പൊ എങ്ങനെ വരും? വെറുതെ. എന്തുകൊണ്ടാ ദേ വന്നത്? സബ്ജക്റ്റ് കസ്റ്റമേഴ്സ് ആണ് അല്ലെ, അവരെന്നല്ലേ പറയുള്ളൂ, പ്ലൂറൽ അല്ലേ, അതുകൊണ്ടാണ് ദേ നമ്മൾ യൂസ് ചെയ്തത്. അപ്പൊ നെഗറ്റീവ് സെന്റൻസ് വന്നു, നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചപ്പോ മനസ്സിലായി. അപ്പൊ നമുക്കറിയാം ടാഗ് പോസിറ്റീവ് ആകും. രണ്ടാമത് നോക്കേണ്ട ഓക്സിലറി വെർബാണ്. ഓക്സിലറി വെർബ് തന്നിട്ടുണ്ട്, അത് യൂസ് ചെയ്ത് ടാഗ് ഫോം ചെയ്യുമ്പോൾ വേറിന്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. കസ്റ്റമേഴ്സ് പ്ലൂറൽ ആയതുകൊണ്ട് ദേ ആണ് വരിക, വെറുതെ ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ 2 ആണ് അല്ലെ, വെറുതെ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങൾ എലിമിനേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ മാർക്ക് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് convert the following statement into indirect speech. ഞാൻ പറഞ്ഞു ഡയറക്റ്റും ഇൻഡയറക്റ്റും. സ്പീക്കർ നേരിട്ട് പറയുന്ന കാര്യങ്ങളെ ഡയറക്റ്റ് സ്പീച്ച് എന്നും, സ്പീക്കർ പറഞ്ഞ കാര്യം കേട്ടിട്ട് അത് മറ്റൊരാളോട് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നുമാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഇൻഡയറക്റ്റിലോട്ട് ആക്കാനാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ വായിക്കുക. He said, let us wait for the reward. ഒരാൾ പറയാണ്, അവൻ പറയാണ് നമുക്ക് റിവാർഡിന് വേണ്ടി വെയിറ്റ് ചെയ്താലോ. അത് ഡയറക്റ്റ് ആണ്. ഇതിനെ നിങ്ങൾ ഇൻഡയറക്റ്റിലോട്ട് മാറ്റണം. എന്തായിരിക്കും വരിക? എന്തായിരിക്കും വരിക? ഒന്ന് ഊഹിച്ചെടുത്തേ, എന്തായിരിക്കണം? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. നിങ്ങൾ വേറൊരാളോടാണെങ്കിൽ നിങ്ങൾ അത് എങ്ങനെയായിരിക്കും പറയുക? ഇപ്പൊ മലയാളം വെച്ച് നമുക്ക് പറയാം. അവൻ പറയും, ഇപ്പൊ ഞാൻ പറയാണ്, ഞാനാണ് ഹി എന്ന് വെച്ചു, അല്ലെങ്കിൽ ഇപ്പൊ പറയാണ് നമുക്കേ റിവാർഡിന് വേണ്ടി വെയിറ്റ് ചെയ്താലോ. അപ്പൊ ഇത് ശരണ്യ കേൾക്കുകയാണ്. ശരണ്യ ഇപ്പോ അപർണയോട് പറയാണ്. എങ്ങനെ പറയും ശരണ്യ? എങ്ങനെയായിരിക്കും ആ കാര്യം റിപ്പോർട്ട് ചെയ്യുന്ന അപർണയെടുത്ത്? എങ്ങനെയായിരിക്കും പറയാ? എങ്ങനെ വരും? ഓക്കെ, എങ്ങനെയായിരിക്കും നമ്മൾ പറയാ? എടാ, അവൻ ഒരു കാര്യം ഇതുപോലെ പറഞ്ഞു കേട്ടോ, അവര് റിവാർഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണെന്ന്. അങ്ങനെയല്ലേ നമ്മൾ പറയത്തുള്ളൂ. ഇപ്പൊ ഞാൻ പറയാണ്, നമുക്ക് റിവാർഡിന് വേണ്ടി വെയിറ്റ് ചെയ്താലോ, നമുക്കെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇപ്പം അപർണയെടുത്ത് പറയാണ്, അപർണ അവൻ ഇങ്ങനെ ഒരു കാര്യം നിർദ്ദേശിച്ചു, അവര് അവാർഡിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്താലോ എന്ന്. അങ്ങനെയല്ലേ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അതൊന്ന് ഇംഗ്ലീഷിലോട്ടാക്കാം. ഇംഗ്ലീഷിലോട്ടാക്കുമ്പോൾ ഇവിടെ സെഡ് ആണ് റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത്. സെഡ് വരെയാണെങ്കിൽ ഒരിക്കലും ടെൽസ് വരത്തില്ല. ഓക്കെ, ടെൽസ് വരത്തില്ല, ടോൾഡേ വരത്തുള്ളൂ. പിന്നെ നമുക്ക് പറയാം പ്രപ്പോസ്ഡ് പറയാം അല്ലെ. അവൻ നിർദ്ദേശിച്ചു എന്ന് നമുക്ക് പറഞ്ഞൂടെ? അപർണ അവൻ ഇങ്ങനെ ഒരു കാര്യം നിർദ്ദേശിച്ചു, അവര് അവാർഡിന് വേണ്ടി ഇതുപോലെ വെയിറ്റ് ചെയ്യാണ്, അങ്ങനെയല്ലേ പറയുള്ളൂ. അപ്പം ഹി പ്രപ്പോസ് ദാറ്റ്. ഇവിടെ അസല്ലേ വന്നിരിക്കുന്ന, അവര് അവാർഡിന് വെയിറ്റ് ചെയ്യുന്ന കാര്യമല്ലേ പറയുന്നത്. അപ്പോ ഹി പ്രപ്പോസ് ദാറ്റ് they should wait for the reward. മനസ്സിലായോ? ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഈസി ആയില്ലേ? ഇപ്പൊ ഞാൻ വേറൊരാളോട് റിപ്പോർട്ട് ചെയ്യുന്ന മനസ്സിലായോ? ഞാൻ നേരിട്ട് പറയാണ്, നമുക്ക് അവാർഡ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ അപർണ അടുത്ത് പറയണം, അപർണ അവൻ പറഞ്ഞു അവർ അവാർഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന്, അവൻ ഇങ്ങനെ ഇതുപോലെ ഒരു കാര്യം നിർദ്ദേശിച്ചു അല്ലെ. ഇംഗ്ലീഷിലോട്ട് എങ്ങനെ ആക്കുക? ഹി പ്രപ്പോസ് ദാറ്റ് they should wait for the reward. മനസ്സിലായോ? ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ദാറ്റ് വരുന്ന കൺജങ്ഷൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് വെർബ് വരുമ്പോൾ അതിന് ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ അതിൽ വരുന്ന ഡിഫറൻസ് നമ്മൾ പഠിക്കണം. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, അടുത്തത് നോക്കിക്കേ. ഐ സ്പീക്ക് ദ ട്രൂത്ത്, ഐ ആം നോട്ട് അഫ്രേഡ് ഓഫ് ഇറ്റ്. കമ്പൈൻ ദ സെന്റൻസസ് യൂസിങ് ഇൻഫിനിറ്റീവ്. ഇത് ഞാൻ സിലബസിൽ പറഞ്ഞു തന്നാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ആൻസർ ചെയ്യണം. ഞാൻ പറഞ്ഞു തന്നു ഓൾറെഡി ഇൻഫിനിറ്റീവ്സ് ഒക്കെ. എന്താ വരുന്നത്? ഇതിന് ഇൻഫിനിറ്റീവ് വെച്ചൊന്ന് കമ്പൈൻ ചെയ്തേ. ആൻസർ എന്താ വരുന്നത്? ഏതാ വരിക? വൺ ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നാണ് ഇൻഫിനിറ്റീവ് എന്താണെന്നൊക്കെ. ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് വെർബ് ബേസ് ഫോമിലാണെങ്കിൽ അതിനെയാണ് ഇൻഫിനിറ്റീവ് വെർബ് എന്ന് പറയുന്നത് അല്ലെ, ബേസ് വെർബ് ആണെങ്കിൽ. ഇവിടെ ചോദിക്കുകയാണ് കമ്പൈൻ ദ സെന്റൻസസ് യൂസിങ് ഇൻഫിനിറ്റീവ്. ഇൻഫിനിറ്റീവ് എന്ന് ചോദിക്കുമ്പോൾ അതിൽ വരുന്ന ഒരാളാണ്
അല്ലെങ്കിൽ ഇൻഫിനിറ്റീവിന്റെ വേറൊരു പകർപ്പാണ് ടു ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. ബേസ് വെർബിന്റെ കൂടെ ടു ചേർക്കുകയാണെങ്കിൽ അത് ടു ഇൻഫിനിറ്റീവ് ആണ്. അപ്പൊ ഈ ഓപ്ഷൻ നോക്കിയിട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഇവിടെ ബേസ് വെർബ് ഏതാണ്? അഫ്രൈഡ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ അഫ്രൈഡിന്റെ കൂടെ ടു ഉണ്ടോ? ഉണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ നമ്മൾ പഠിച്ചു ഇൻഫിനിറ്റീവ് എന്ന് പറയുന്ന ടു ഇൻഫിനിറ്റീവ്. ബേസ് വെർബിന്റെ കൂടെ ടു വരെയാണെങ്കിൽ അത് ടു ഇൻഫിനിറ്റീവ് ആണ്. രണ്ടാമത്തേൽ ടു ഉണ്ടോ? അഫ്രൈഡിന് ശേഷം ഓഫ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ റോങ് ആണെന്ന് മനസ്സിലായി. മൂന്നാമത്തത് വന്നിട്ടുണ്ടോ? അല്ല. നൺ ഓഫ് ദി അബവ്, തെറ്റാണ്. അപ്പൊ ഇതിലെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഐ ആം നോട്ട് അഫ്രൈഡ് ടു സ്പീക്ക് ദ ട്രൂത്ത്. ടു സ്പീക്ക് ദ ട്രൂത്ത് ആണ് വരുന്നത്. മനസ്സിലായോ? അപ്പൊ ചിന്തിക്കുക, ഓരോന്ന് വരുമ്പോ ഇൻഫിനിറ്റീവ് വരുമ്പോ ടു ഇൻഫിനിറ്റീവ് അല്ലേ? അപ്പം ബേസ് വെർബിന്റെ കൂടെ ടു വരെയാണെങ്കിൽ അത് ടു ഇൻഫിനിറ്റീവ് ആണ്. അപ്പൊ ഈ ഓപ്ഷൻ നോക്ക്, എവിടെയെങ്കിലും ബേസ് വെർബിന്റെ കൂടെ ടു ഒരുമിച്ച് വന്നിട്ടുണ്ടോ? ഉണ്ട് അല്ലെ? ഫസ്റ്റില്. അപ്പൊ ഐ എം നോട്ട് അഫ്രൈഡ് ടു സ്പീക്ക് ദ ട്രൂത്ത്. അപ്പൊ ബാക്കിയൊക്കെ എലിമിനേറ്റ് ആയില്ലേ? ഇങ്ങനെയാണ് അത് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ സിലബസ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഓക്കെ, ഇനി നമുക്ക് LSGI സെക്രട്ടറിയുടെ വെക്കാബുലറി എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നതെന്ന് നമുക്ക് നോക്കാം. ഈ പാറ്റേൺ ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണേ, എങ്ങനെയാ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതെന്ന്. ഓക്കെ, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. സ്പെല്ലിംഗ് ടെസ്റ്റ് ഞാൻ പറഞ്ഞു, എല്ലാ ക്വസ്റ്റ്യൻസിലും സ്പെല്ലിംഗ് ടെസ്റ്റ് ചോദിക്കും. എല്ലാ എക്സാംസിനും സെക്രട്ടേറിയറ്റിനെ ചോദിക്കും. അപ്പൊ പറഞ്ഞേ, ഇതിൽ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാന്ന് പറഞ്ഞേ. എന്താണ്? ഇൻവെർട്ടറേറ്റ്. ഇൻവെർട്ടറേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് കറക്റ്റ് സ്പെല്ലിംഗ്? ഫസ്റ്റ് ആണോ, സെക്കൻഡ് ആണോ, തേർഡ് ആണോ, ഫോർത്ത് ആണോ? ഇൻവെർട്ടറേറ്റ്. 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 അത് പ്രൊനൗൺസ് ചെയ്യുക. പ്രൊനൗൺസ് ചെയ്തിട്ട് സ്പെല്ലിങ്ങിലോട്ട് മാറ്റുക. ഞാൻ പറയുന്നത് ഇൻവെർട്ടറേറ്റ്. ഇൻവെർട്ടറേറ്റ്. അപ്പൊ ഏത് സ്പെല്ലിംഗാ? രണ്ടാമത്തത് ആണെങ്കിൽ ഇൻവെർട്ടറേറ്റ് എന്നല്ലേ പറയത്തുള്ളൂ. ഇൻവെർട്ടറേറ്റ് അങ്ങനെയാണോ? അല്ല. ഇൻവെർട്ടറേറ്റ് എന്ന് പറയോ? ഇൻവെർട്ടറേറ്റ്. ഇൻവെർട്ടറേറ്റ് എന്ന് പറയുമ്പോൾ ഇൻവെർട്ടറേറ്റ്. ഇൻവെർട്ടറേറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ആണ് ആൻസർ അല്ലേ? INVERTERATE. ഇൻവെർട്ടറേറ്റ്. ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് ശ്രദ്ധിച്ചോ? ഇൻവെർട്ടറേറ്റ് എന്നാണ് ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇൻവെർട്ടറേറ്റ് എന്ന് പറഞ്ഞില്ല, ഇൻവെർട്ടറേറ്റ് എന്ന് പറഞ്ഞില്ല, ഇൻവെർട്ടറേറ്റ് എന്നും പറഞ്ഞില്ല. അപ്പം ഫസ്റ്റ് വൺ ആണ് ആൻസർ കേട്ടോ. INVERTERATE. ഇൻവെർട്ടറേറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നാള് നീണ്ടു നിൽക്കുന്ന, നമുക്ക് മാറ്റാൻ പ്രയാസമുള്ള, നമുക്കുള്ള ഒരു ഇൻട്രസ്റ്റിനെയാണ് ഇംഗ്ലീഷില് ഇൻവെർട്ടറേറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് നാള് നിൽക്കുന്ന, നമുക്ക് ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഒരു ഇൻട്രസ്റ്റ് കാണുമല്ലേ? ഒരുപാട് നാള് നിലനിൽക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റ്, നമുക്ക് മാറ്റം ബുദ്ധിമുട്ടുള്ള ഒരു ഇൻട്രസ്റ്റിനെയാണ് ഇംഗ്ലീഷില് ഇൻവെർട്ടറേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഫസ്റ്റ് വൺ INVERTERATE ആണ് കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. അടുത്തത്, ഐഡന്റിഫൈ ദ മീനിങ് ഓഫ് ദ ഇറ്റലിസ്റ്റ് വേർഡ് he will never set the Thames on fire. ഇത് ഏത് ടോപ്പിക് ആണെന്ന് പറഞ്ഞേ. വെക്കാബുലറിയിലെ ഏത് ടോപ്പിക്കാ? ഏത് ടോപ്പിക്കാ? ഒന്ന് ഐഡന്റിഫൈ ചെയ്തേ. ഏത് ടോപ്പിക് ആയിരിക്കണം? He will never set the Thames on fire. ഏത് ടോപ്പിക്കാ വെക്കാബുലറിയിലെ? വെരി ഗുഡ്. ഇഡിയംസ്. ഇഡിയംസ് എന്ന് പറയുന്നത് ശൈലി. ശൈലിക്കാണ് നമ്മള് ഇഡിയംസ് എന്ന് പറയുന്നത് അല്ലെ? ഇനി പറഞ്ഞേ, തേംസ് ഓൺ ഫയർ എന്ന് വെച്ചാൽ എന്താ? തേംസ് ഓൺ ഫയർ. തേംസ് ഓൺ ഫയർ എന്തായിരിക്കണം? തേംസ് ഓൺ ഫയർ. തേംസ് എന്ന് പറയുന്നത് ഒരു റിവറിന്റെ പേരാണ്. പക്ഷെ നമുക്ക് ഇഡിയം വരുമ്പോൾ തേംസ് ഓൺ ഫയർ എന്ന് വെച്ചാൽ അച്ചീവ് സംതിങ് അൺയൂഷ്വലി ഗുഡ്. അതാണ് തേംസ് ഓൺ ഫയർ എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം എന്ന് പറയുന്നത്. എന്താണ്? അച്ചീവ് സംതിങ് അൺയൂഷ്വലി ഗുഡ്. എന്തെങ്കിലും ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങള് അച്ചീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ തേംസ് ഓൺ ഫയർ എന്ന് നമ്മൾ പറയുന്നത്. തേംസ് ഓൺ ഫയർ. തേംസ് ഓൺ ഫയർ എന്ന് വെച്ചാൽ മീനിങ് കിട്ടിയോ? അച്ചീവ് സംതിങ് അൺയൂഷ്വലി ഗുഡ്. അപ്പം ഏത് ഇഡിയം വേണമെങ്കിലും PSC ചോദിക്കാം. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എല്ലാ ഇഡിയംസിനെയും കുറിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ പഠിച്ചിരിക്കണം. എല്ലാ ഇഡിയംസും നമ്മൾ പഠിച്ചിരിക്കണം. PSC ഏത് ചോദിച്ചാലും അത് ആൻസർ ചെയ്യാൻ നമ്മൾ
കേപ്പബിൾ ആയിരിക്കണം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഒരുപാട് മെറ്റീരിയൽ നിങ്ങൾക്ക് തരും, ഞാൻ തരും നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. കുറേണം നമ്മൾ ക്ലാസ്സിൽ വെച്ച് തന്നെ പ്രീവിയസ് റിപ്പീറ്റ് ചെയ്തത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പഠിപ്പിക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും. അപ്പൊ തേംസ് ഓൺ ഫയർ എന്ന് പറയുന്നത് അച്ചീവ് സംതിങ് അൺയൂഷ്വലി ഗുഡ് ആണ് കേട്ടോ. അടുത്തത് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആന്റോണിം ഓഫ് ക്ലോക്ക് വൈസ് ഇസ് ഡാഷ്. ആന്റോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. ആന്റോണിം എന്ന് തന്നെ വിപരീതമാണ്, ഓപ്പോസിറ്റ് ആണ്. സിനോണിം എന്ന് പറയുന്ന സിമിലർ മീനിങ് ആണ്. അപ്പൊ ക്ലോക്ക് വൈസിന്റെ ഓപ്പോസിറ്റ് എന്താണ്? നമുക്ക് വരുന്ന പ്രവണത ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയാനാണ് അല്ലെ? ആന്റി ക്ലോക്ക് വൈസ് അല്ല. ഇതിലേതാണ്? ഇൻ ക്ലോക്ക് വൈസ് ആണോ, അൺക്ലോക്ക് വൈസ് ആണോ, കൗണ്ടർ ക്ലോക്ക് വൈസ് ആണോ, നൺ ഓഫ് ദി എബോവ് ആണോ? എങ്ങനെയാ വരുന്ന? ക്ലോക്ക് വൈസിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കണം? എന്താ? എല്ലാവരും പറഞ്ഞേ. ക്ലോക്ക് വൈസിന്റെ ഓപ്പോസിറ്റ് എന്താ? ആന്റോണിം എന്താന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് അറിയുന്നത് പറഞ്ഞാൽ മതി. എന്തായിരിക്കണം? പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ. ഇത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്കറിയാം, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. കൗണ്ടർ ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. ആന്റി ക്ലോക്ക് വൈസ് എന്നൊക്കെ നമുക്ക് പറയുന്ന ടെൻഡൻസി വരും. അല്ല, ക്ലോക്ക് വൈസിന്റെ ഓപ്പോസിറ്റ് ഓർ ആന്റോണിം എന്ന് പറയുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. പഠിക്കുക. എന്റെ കൂടെ ഇപ്പൊ ഈ ഒരു സെഷനിൽ വെച്ച് തന്നെ പഠിക്കണം. ക്ലോക്ക് വൈസിന്റെ ഓപ്പോസിറ്റ് ഓർ ആന്റോണിം ഏതാണ്? കൗണ്ടർ ക്ലോക്ക് വൈസ്. അപ്പൊ ഇനി മറക്കില്ലല്ലോ. അപ്പൊ ഇനി ചോദിക്കട്ടെ, LSDയുടെ ഗ്രാമറും കണ്ടു, വെക്കാബുലറിയും കണ്ടു. എന്ത് തോന്നുന്നു ക്വസ്റ്റ്യൻ കണ്ടിട്ട്? ക്വസ്റ്റ്യന്റെ നിലവാരം കണ്ടിട്ട് എന്ത് തോന്നുന്നു? പറഞ്ഞേ, എന്താ തോന്നുന്നേ? എന്ത് തോന്നുന്നു LSDI സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ കണ്ടിട്ട്? ഈസി ആണോ, മീഡിയം ആണോ, ടഫ് ആണോ, എങ്ങനെയാ തോന്നുന്നേ? ഈസി ആണോ, ടഫ് ആണ്? സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫ്രം ദ സ്ക്രാപ്പ് പഠിക്കണം അല്ലെ? ഓരോന്നിന്റെയും കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം. അപ്പൊ ഈ LSDI പോലെ വരുന്ന ഒരു പോസ്റ്റ് ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഈ ഒരു പാറ്റേൺ ആയിരിക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും ചോദിക്കുക. മനസ്സിലായോ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ കണ്ടുനോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡിഫറൻസ് മനസ്സിലാവും. സെയിൽസ് അസിസ്റ്റന്റ് കണ്ടുനോക്കാം. 2024 ഇപ്പൊ കഴിഞ്ഞ സെയിൽസ് അസിസ്റ്റന്റ് ഗ്രാമർ നോക്കാം. I saw 10 dash flower vases in the shop. ഇതിന്റെ കറക്റ്റ് ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതും നിങ്ങൾക്ക് മനസ്സിലായോ? കണ്ടോ, ക്വസ്റ്റ്യന്റെ ആ ഒരു രൂപത്തിൽ തന്നെ വന്ന ഡിഫറൻസ് മനസ്സിലായോ? പാറ്റേണിൽ തന്നെ. ഇത് വളരെ സിമ്പിൾ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? സെയിൽസ് അസിസ്റ്റന്റ് ആണ് പോസ്റ്റ്. പറഞ്ഞേ, I saw 10 dash flower vases in the shop. കറക്റ്റ് ഓർഡർ ചെയ്താ? സ്മോൾ ആന്റിക് പോക്ലൈൻ ആണോ, സ്മോൾ പോക്ലൈൻ ചൈനീസ് ആന്റിക് ആണോ, അതോ ബിയും ഡിയും ആണോ? കറക്റ്റ് ഓർഡർ ചെയ്താ? I saw 10. അതിനു മുമ്പിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ഏത് ടോപ്പിക് ആണെന്നൊന്ന് പറയാമോ? ഏത് ടോപ്പിക്കിൽ നിന്നാ PSC ചോദിച്ചിരിക്കുന്നത്? I saw 10 dash flower ഇത് എന്ന് പറയുന്ന ഏത് ടോപ്പിക്കാ? ഏത് ടോപ്പിക് ആയിരിക്കണം? വെരി ഗുഡ് സാറ. നൗൺ ആണോ? ഏത് ടോപ്പിക്കാ? അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ്സിന്റെ പൊസിഷൻ ആണ് ഈ ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ സിലബസില് കൺഫ്യൂഷൻ ഓഫ് അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വേർബ്സ്, പൊസിഷൻ, ഇതെല്ലാം ചോദിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അഡ്ജക്റ്റീവ്സ് ആഡ്വേർബ്സ് നന്നായിട്ട് പഠിക്കണം. PSCക്ക് കുറച്ചും കൂടെ ഇഷ്ടം കൂടുതലുള്ള രണ്ടുപേരാണ് അഡ്ജക്റ്റീവ്സ് ആഡ്വേർബ് എന്ന് പറയുന്നത്. ഇവരെ വിടത്തില്ല. ഇവരെ ഏത് രൂപത്തിൽ വേണമെങ്കിലും അവർ ചോദിക്കും. ഓക്കെ, ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും, ചിലപ്പോൾ പൊസിഷൻ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടുപേരെ കുറിച്ച് ഒരു ധാരണ വേണം. അപ്പം ഇതെന്ന് പറയുന്ന അഡ്ജക്റ്റീവ്സിന്റെ പൊസിഷൻ ആണ്, ഓർഡർ ആണ്. അപ്പൊ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. I saw 10 സ്മോൾ, പിന്നെ അതിന്റെ സവിശേഷത ആന്റിക്, ചൈനീസ്, പോക്ലൈൻ. ഓക്കെ, ഇതിനൊരു ഓർഡർ ഉണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പറയും. ഇപ്പൊ പറയാനിരുന്നാൽ നമുക്ക് സമയമാവും. ഓൾറെഡി 9:41 ആയി. അപ്പം I saw 10
സ്മോൾ ആന്റിക് ചൈനീസ് പോക്ക്ലെയിൻ. ഇതെന്ന് പറയുന്നത് അഡ്ജക്റ്റീവ്സും അതിന്റെ പൊസിഷനുമാണ്. ഓക്കെ, അപ്പൊ ഈച്ച് ആൻഡ് എവറി പോയിന്റ് നമ്മൾ പഠിക്കണം, എന്നാൽ മാത്രമേ ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഷീ സോ റിച്ച് ഷീ സ്റ്റേഡ് ഇൻ എ ഡാഷ് ഓഫ് റൂംസ് ഇൻ ദി ഹോട്ടൽ. എന്താ പറയാ, ഇത് ഏത് കാറ്റഗറി ആണെന്ന് പറഞ്ഞേ, ടോപ്പിക് ആണെന്ന് പറഞ്ഞേ. ഇത് ഏത് ടോപ്പിക്കാ? ടോപ്പിക് പറഞ്ഞിട്ട് നമുക്ക് ആൻസറിലോട്ട് പോവാം. ഏത് ടോപ്പിക്കാ? ഏത് ടോപ്പിക്കാ? ഷീ സോ റിച്ച് ഷീ സ്റ്റേഡ് ഇൻ എ ഡാഷ് റൂംസ് ഓഫ് ഹോട്ടൽ. ഏത് ടോപ്പിക് ആയിരിക്കണം? ഏത് ടോപ്പിക്കാ? കേട്ടിട്ട് ഇത് എന്ത് തോന്നുന്നു? ഏത് ടോപ്പിക് ആയിട്ടാ തോന്നുന്നത്? എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തതിൽ ഏത് ടോപ്പിക്കിൽ വരും ഇത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഷീ സ്റ്റേഡ് ഇൻ എ ഡാഷ് റൂംസ് ഓഫ് ഹോട്ടൽ. ഡാഷ് റൂംസ് ഓഫ് ഹോട്ടൽ. ഇത് വെരി ഗുഡ്, കളക്റ്റീവ് നൗൺസ് അല്ലെ? ഡാഷ് റൂംസ് ഓഫ് ഹോട്ടൽ കളക്റ്റീവ് നൗണി എന്നുള്ള ചോദ്യമാണ്. വെക്കാബുലറി, ജെൻഡർ, കളക്റ്റീവ് നൗൺ, സിംഗുലർ, പ്ലൂറൽ നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ ഇത് കളക്റ്റീവ് നൗൺ ആണ്. അപ്പൊ ഹോട്ടലിലെ റൂംസിന് പറയുന്ന കളക്റ്റീവ് നൗൺ ഏതാണ്? സ്വീറ്റ്. സ്യൂട്ട് എന്ന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യില്ല കേട്ടോ, സ്വീറ്റ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റം ആണെങ്കിലും സ്വീറ്റ്, റൂമിന് ഹോട്ടലിലെ കളക്ഷൻ ഓഫ് റൂംസിന് സ്വീറ്റ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഫ്ലോർ എന്ന് പറയുന്നത് തറയാണ്. ഫ്ലാറ്റ് എന്ന് പറയില്ല. ഫ്ലാറ്റ് എന്ന് പറയുന്നത് എന്താണ്? കെട്ടിടമാണ്, അപ്പാർട്ട്മെന്റും അതാണ്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഹോട്ടലിലെ റൂംസിനെ പറയുന്ന പേര് ഏതാണെന്ന് ചോദിക്കുന്നത്. കളക്റ്റീവ് നൗൺസ് റൂംസിനൊക്കെ പറയുന്നത് സ്വീറ്റ് അല്ല, സ്വീറ്റ് എന്നാണ് പറയുന്നത്. സൂട്ട് അല്ല, സ്വീറ്റ്. സോ ഷീ സോ റിച്ച് ഷീ സ്റ്റേഡ് ഇൻ എ സ്വീറ്റ് ഓഫ് റൂംസ് ഇൻ ദി ഹോട്ടൽ. സ്വീറ്റ് ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. മനസ്സിലായോ? അടുത്തത്, ഇസ് കൊച്ചി ഡാഷ് ദാൻ ട്രിവാൻഡ്രം. ഇത് ഏത് ടോപ്പിക് ആണെന്ന് പറഞ്ഞേ, ഐഡന്റിഫൈ ചെയ്തേ. ഏത് ടോപ്പിക് ആണെന്ന് ഐഡന്റിഫൈ ചെയ്തേ. ഇസ് കൊച്ചി ഡാഷ് ദാൻ ട്രിവാൻഡ്രം. ഏത് ടോപ്പിക് PSC ചോദിച്ചിരിക്കുന്നത്? വെരി ഗുഡ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ അല്ലെ? അത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു നിങ്ങൾക്ക്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, പോസിറ്റീവും കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് ഞാൻ പഠിപ്പിച്ചു, പറഞ്ഞു തന്നു. അപ്പൊ ഇതിലെ ആൻസർ ഏതാ? ഇത് രണ്ടുപേര് തമ്മിലുള്ള കമ്പാരിസൺ അല്ലേ? കൊച്ചിയും ട്രിവാൻഡ്രവും ഇല്ലേ? അതായത് രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പറയുന്നു. രണ്ട് പ്ലേസ്, രണ്ട് പേഴ്സൺ, രണ്ട് ഐറ്റംസിനെയൊക്കെ കമ്പയർ ചെയ്യാൻ കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് യൂസ് ചെയ്യുന്നത്. വൺ സിലബിക് വേർഡ് ഒക്കെ ആണെങ്കിൽ ചേർത്ത് നമുക്ക് കമ്പാരിറ്റീവ് ആക്കാം. അല്ലെങ്കിൽ മോർ യൂസ് ചെയ്ത് കമ്പാരിറ്റീവ് ഡിഗ്രിയും മോസ്റ്റ് യൂസ് ചെയ്ത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയുമാണ് നമ്മൾ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് മോർ ബിസി ആണ്. ഈസ് കൊച്ചി മോർ ബിസി ദാൻ ട്രിവാൻഡ്രം. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ മോറും മോസ്റ്റ് ഒക്കെ വരുമ്പോൾ ഒരിക്കലും ERഉം ESTയും ചേർക്കരുത്. ബേസ് ഫോമിലായിരിക്കണം നമ്മുടെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്, പോസിറ്റീവ് ഡിഗ്രി. അതായത് മോർ ബിസിയർ അല്ല, മോർ ബിസി ആണ്. അത് ശ്രദ്ധിച്ചോണേ. മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. മോർ സ്പ്ലെൻഡഡ്, മോസ്റ്റ് സ്പ്ലെൻഡഡ്. അതുപോലെ മോർ ബിസി, മോസ്റ്റ് ബിസി. ഓക്കെ, അപ്പം ബിസിയർ അല്ല, ബിസി ആണ്. മോർ ബിസി ആണ് ആൻസർ എന്ന് പറയുന്നത്. അത് ശ്രദ്ധിക്കണേ. അടുത്തത്, സെയിൽസ് അസിസ്റ്റന്റ് വെക്കാബുലറി കൂടെ നമുക്ക് നോക്കാം. ദ മോസ്റ്റ് സ്യൂട്ടബിൾ മീനിങ് ഓഫ് ദി ഇഡിയം ബ്രേക്ക് എ ലെഗ് ഇസ് ഡാഷ്. കോമൺ ആയിട്ട് ചോദിക്കുന്ന ഇഡിയമാണ് ബ്രേക്ക് എ ലെഗ്. എന്താണ്? അതിൽ തന്നെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ കോമഡിയാണ്. ബ്രേക്ക് എ ബോൺ ഇൻ ദ ലെഗ്. കാല് തല്ലി ഒടിക്കാനാണോ? പിന്നെ എന്താ ബ്രേക്ക് എ ലെഗ് എന്ന് പറയുന്നത്? അതെ, ഒരാൾക്ക് ഓൾ ദി ബെസ്റ്റ് എന്ന് പറയാനാണ്, വിഷ് യു ഗുഡ് ലക്ക് എന്ന് പറയാനാണ് ബ്രേക്ക് എ ലെഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാല് തല്ലി ഒടിക്കാനല്ല. കണ്ടോ, അവർ ഓപ്ഷനിൽ ചോദിച്ചിരിക്കുന്ന കണ്ടോ? അപ്പം ബ്രേക്ക് എ ലെഗ് എന്ന് പറയുന്നത് വിഷ് യു ഗുഡ് ലക്ക്, ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ബ്രേക്ക് എ ലെഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ കാല് തല്ലി ഒടിക്കാന്ന ഓപ്ഷൻ ആണോ കൊടുക്കേണ്ടത്? അല്ല, വിഷിംഗ് ഗുഡ് ലക്ക്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. മോസ്റ്റ് സ്യൂട്ടബിൾ മീനിങ് ഓഫ് ദി ഇഡിയം ബ്രേക്ക് എ ലെഗ് ഇസ് വിഷിംഗ് ഗുഡ് ലക്ക്. അടുത്തത്, what is a one word that can be substituted for someone who hates marriage? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കേണ്ട ഒരു സെഷൻ ആണ് ഇതെന്ന് പറയുന്നത്. പറഞ്ഞേ, മാരേജിനെ വെറുക്കുന്ന ആൾക്കാരെ നമ്മൾ എന്താ പറയുക? മാരേജേ വേണ്ട, കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന, കല്യാണത്തിനോട് വെറുപ്പ് കാണിക്കുന്ന ഇതിനെ നമ്മൾ എന്താ പറയാ? വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്.
മിസോഗമിസ്റ്റ്. മിസോഗമിസ്റ്റ് ഓപ്ഷൻ ഡി ആണ്. നോട്ട് ചെയ്യുക. മിസോഗമിസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. മാരേജേ വേണ്ട, മാരേജിനെ വെറുക്കുന്നതിനെ മിസോഗമിസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ മിസോഗൈനിസ്റ്റ് എന്ന് പറഞ്ഞ എന്തായിരിക്കും? സ്ത്രീകളെ വെറുക്കുന്നത്, അല്ലെങ്കിൽ സ്ത്രീകളുടെ തോട്ട്സിനോട്, അല്ലെങ്കിൽ വിമൻസിന്റെ എന്താ പറയാ, സ്ത്രീകളുടെ ആ ഒരു ആശയത്തോട്, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളോട്, അല്ലെങ്കിൽ സ്ത്രീകളെ വെറുക്കുന്ന പുരുഷന്മാരെയാണ് മിസോഗൈനിസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. മിസോഗൈനിസ്റ്റ്. ഓക്കെ. സ്ത്രീകളെ വെറുക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഐഡിയോളജി, അവരെ പറയുന്ന കാര്യങ്ങൾ, ഇതെല്ലാം മൊത്തത്തിൽ വെറുക്കുന്ന ആൾക്കാരെ മിസോഗൈനിസ്റ്റ് എന്നാണ് പറയുന്നത്. മിസോഗമിസ്റ്റ് എന്ന് പറയുന്നത് മാരേജിനെ വെറുക്കുന്നതിന് മിസോഗമിസ്റ്റ്. അപ്പൊ മിസോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? തർക്കങ്ങള്, അല്ലെ, ആർഗ്യുമെന്റ്സ്, അല്ലെങ്കിൽ റീസണിങ്, ഇതെല്ലാം വെറുക്കുന്നതിനെയാണ് മിസോളജിസ്റ്റ് എന്ന് പറയുന്നത്. തർക്കങ്ങൾ, ആർഗ്യുമെന്റ്സ് ഒക്കെ വെറുക്കുന്നവരെയാണ് മിസോളജിസ്റ്റ് എന്ന് പറയുന്നത്. ആർഗ്യുമെന്റ്സ്. മിസാൻട്രോപ്പിസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യരെ, ഹ്യൂമൻ കൈൻഡിനെ വെറുക്കുന്നതിനെയാണ് മിസാൻട്രോപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ചിലരെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഓ, ആരും നല്ലതല്ല, ഈ ലോകത്തെ എല്ലാ മനുഷ്യന്മാരും കള്ളന്മാരാണ്, ആരും നല്ലവരൊന്നും അല്ല, ഈ ആരെയും കണ്ടുകൂടാത്ത, മനുഷ്യരെയൊന്നും കണ്ടുകൂടാത്ത, ആര് പറഞ്ഞാലും വിശ്വസിക്കാത്ത, എല്ലാം കള്ളമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ, ഹ്യൂമൻ കൈൻഡിനെ വെറുക്കുന്നതിനെയാണ് മിസാൻട്രോപ്പിസ്റ്റ് എന്ന് പറയുന്നത്. മിസോഗൈനിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ വെറുക്കുന്ന, വിമൻ ഹേറ്റ്രഡ്. മിസോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആർഗ്യുമെന്റ്സ് വെറുക്കുക. മിസോഗമിസ്റ്റ് എന്ന് പറഞ്ഞാൽ മാരേജ് വെറുക്കുന്നതിനെയാണ് മിസോഗമിസ്റ്റ്. അപ്പൊ മാരേജ് വെറുക്കുന്നതിനെ പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, മിസോഗമിസ്റ്റ്. അടുത്തത്, ഷീസ് ബിസി ദിസ് വീക്കെൻഡ്, ഹർ ഡാഷ് ആർ കമ്മിങ് ഫോർ എ വിസിറ്റ്. ആൻസർ എന്താ? ഷീസ് ബിസി ദിസ് വീക്കെൻഡ്, ഹർ ഡാഷ് ആർ കമ്മിങ് ഫോർ എ വിസിറ്റ്. വായിച്ചിട്ട് ആൻസർ ചെയ്യുക. എന്തായിരിക്കും വരിക? വെരി ഗുഡ്. ഞാൻ വിചാരിച്ചു മിക്കവരും തെറ്റിക്കൂന്ന്, പക്ഷെ മിക്കവരും കറക്റ്റ് ആയിട്ട് അത് ആൻസർ ചെയ്തു. എന്തുകൊണ്ടാ ഓപ്ഷൻ എ വന്നത്? ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ 6 വന്നിരിക്കുന്നത്, അല്ലെ? 6 വെച്ചാ പ്ലൂറൽ അല്ലേ? അപ്പൊ സബ്ജക്റ്റ് പ്ലൂറൽ ആവണ്ടേ? അപ്പൊ ഇവിടെ നോക്കിക്കേ, സിസ്റ്റർ ഇൻ ലോ വരുമോ? വരത്തില്ല, സിംഗുലർ ആണ്. സിസ്റ്റർ ഇൻ ലോസ് എന്ന് പറയോ? പറയത്തില്ല. സിസ്റ്റേഴ്സ് ഇൻ ലോ എന്നല്ലേ പറയത്തുള്ളൂ. അപ്പൊ ഇവിടെ 6 വന്നിരിക്കുന്നത് കൊണ്ട് ഇവിടെ വരുന്ന ഉത്തരം എന്താണ്? സിസ്റ്റേഴ്സ് ഇൻ ലോ ആണ് വരുന്നത്. കാരണം 6 പ്ലൂറൽ ആണ്, അപ്പൊ പ്ലൂറൽ സബ്ജക്ട് വരണം. അപ്പൊ സിസ്റ്റേഴ്സ് ഇൻ ലോ ആണ് വരുന്നത്. സിസ്റ്റർ ഇൻ ലോ സിംഗുലർ ആണ്. സിസ്റ്റേഴ്സ് ഇൻ ലോസ് എന്ന് പറയത്തില്ല, തെറ്റാണ്. കസിൻ സിസ്റ്ററും പറയത്തില്ല. ഷീസ് ബിസി ദിസ് വീക്കെൻഡ്, ഹർ സിസ്റ്റേഴ്സ് ഇൻ ലോ ആർ കമ്മിങ് ഫോർ എ വിസിറ്റ്. കസിൻ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ആള് വരുന്നതാണ്. ഇവിടെ 6 വന്നിരിക്കുന്നത് കൊണ്ട് ഒന്നിലധികം ആൾക്കാരെയാണ് മീൻ ചെയ്യുന്നത്. അപ്പൊ സിസ്റ്റേഴ്സ് ഇൻ ലോ. അടുത്തത്, the superstar's visit was a dash moment for the institution. എന്താ പറയാ? ഹിസ്റ്റോറിക് അല്ലെ? ഹിസ്റ്റോറിക് മൊമെന്റ് ആയിരുന്നു. ഹിസ്റ്ററി എന്ന് പറയോ? ഹിസ്റ്ററി എന്ന് പറഞ്ഞ ചരിത്രമാണ്. ചരിത്രത്തിനെയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഹിസ്ട്രോണിക് എന്ന് പറയും? ഇല്ല. ഹിസ്റ്റോറിക്കൽ എന്ന് പറയും. ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് എന്നൊക്കെ നമുക്ക് പറയാം. ഹിസ്റ്റോറിക്കൽ ഈവന്റ്സ് എന്ന് പറയും. ചരിത്രപരമായിട്ടുള്ള ഈവന്റ്സ്, ചരിത്രപരമായിട്ടുള്ള ആൾക്കാര്, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഇവിടെ പറയുന്ന സൂപ്പർ സ്റ്റാറിന്റെ വിസിറ്റ്, അത് എന്ത് മൊമെന്റ് ആണെന്നാണ് പറയുന്നത്? മൊമെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അതൊരു ഹിസ്റ്റോറിക് മൊമെന്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അത് ഏറ്റവും അമൂല്യമായ, അല്ലെങ്കിൽ എന്താ പറയുന്ന, ആ ഒരു ചരിത്രപൂർണമായ നിമിഷം എന്ന് നമ്മൾ പറയത്തില്ലേ? ചരിത്രപൂർണമായ നിമിഷം, അതിനെ ഹിസ്റ്റോറിക് മൊമെന്റ് എന്നാണ് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ പറയില്ലേ? ഹിസ്റ്റോറിക്കൽ എന്ന് പറഞ്ഞാൽ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളെയാണ് പറയുന്നത്. ഹിസ്റ്ററി എന്ന് പറയുന്ന ചരിത്രം, അല്ലെ? അപ്പം മൊമെന്റ്സിനൊക്കെ ഹിസ്റ്റോറിക് മൊമെന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ദ സൂപ്പർ സ്റ്റാർസ് വിസിറ്റ് വാസ് എ ഹിസ്റ്റോറിക് മൊമെന്റ് ഫോർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ. ഇപ്പൊ സെയിൽസ് അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? LSG ആയും സെയിൽസ് അസിസ്റ്റന്റ് ഒന്ന് കമ്പയർ ചെയ്തിട്ട് പറഞ്ഞേ, എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞേ. LSG ആയും സെയിൽസ് അസിസ്റ്റന്റും കൂടെ കമ്പയർ ചെയ്തിട്ട് ഒരു കാര്യം പറഞ്ഞേ, എന്ത് തോന്നുന്നു? ക്വസ്റ്റ്യൻസ് തമ്മില് എന്താ തോന്നുന്നേ? LSG ആയും സെയിൽസ് അസിസ്റ്റന്റും PSC രണ്ട് PSCയുടെ ക്വസ്റ്റ്യൻസ് ആണ്. എന്ത് തോന്നുന്നു ക്വസ്റ്റ്യൻ പാറ്റേൺ കണ്ടിട്ട്? അത് നിങ്ങൾക്ക് പാറ്റേൺ മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്.
LSGI ടഫ് ആണ്. സെയിൽസ് അസിസ്റ്റന്റ് എങ്ങനെയുണ്ട്? ഈസി ആണോ, ടഫ് ആണോ, മീഡിയം ആണോ? സെയിൽസ് അസിസ്റ്റന്റ് എങ്ങനെയുണ്ട്? ക്വസ്റ്റ്യൻസ് ഈസി ആണ്. ഓരോ എക്സാമിനും ഓരോ പാറ്റേൺ ആണ്. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് LSGI മോഡലായിരിക്കും ചോദിക്കുന്നത്. കാരണം അത്രയും സ്റ്റാൻഡേർഡ് ഉള്ള ഒരു എക്സാം ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളെ പഠിക്കേണ്ടത് ആ ഒരു സ്റ്റാൻഡേർഡിൽ നിന്നാണ് പഠിക്കേണ്ടത്, താഴെ നിന്നല്ല പഠിക്കേണ്ടത്. ആ ഒരു സ്റ്റാൻഡേർഡ് വൈസ് ആണ് എല്ലാ സബ്ജക്റ്റും പഠിക്കേണ്ടത്. കാരണം അത്രയും സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും LSGI സെക്രട്ടറിക്ക് നിങ്ങൾക്ക് ചോദിക്കുക. ഓക്കെ, ഒന്നും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഒരു SIയും കൂടെ ഡിസ്കസ് ചെയ്യാം. കാരണം LSGI SI ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാംസ് ആണ്. SIയും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പറഞ്ഞേ, fill in the blank with the correct word. ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടന്റ്. The story is that there has been a great dash disruption, a delage. ആൻസർ എന്താ? ക്ലൈമറ്റിക് ആണോ, ക്ലൈമറ്റ് ആണോ, ക്ലൈമാറ്റിക് ആണോ, നൺ ഓഫ് ദീസ് ആണോ? SIക്ക് ചോദിച്ചതാണിത്. എന്തായിരിക്കണം? വേഗം വേഗം പറഞ്ഞേ. ആൻസർ ചെയ്താ? The story is that there has been great dash disruption. അപ്പൊ സ്റ്റോറിയെ കുറിച്ചാണ് പറയുന്നത്. ക്ലൈമറ്റ് എന്ന് വെച്ചാൽ കാലാവസ്ഥ, ക്ലൈമാറ്റിക് കണ്ടീഷൻ എന്ന് വെച്ചാലും കാലാവസ്ഥയ്ക്ക് തന്നെയാ പറയുന്നത്, ക്ലൈമാറ്റിക് കണ്ടീഷൻ. അപ്പൊ ഇവിടുത്തെ ആൻസർ ക്ലൈമാറ്റിക്, ഓപ്ഷൻ ബി ആണ്. ക്ലൈമാറ്റിക്. ക്ലൈമാറ്റിക് എന്ന് പറഞ്ഞാൽ സിനിമയുടെ ഒക്കെ ക്ലൈമാക്സിനെയാണ് ക്ലൈമാറ്റിക് എന്ന് പറയുന്നത്. MACTIC, ക്ലൈമാറ്റിക്. ഫിലിമിന്റെ ഒക്കെ അവസാനം വരുന്ന കൺക്ലൂഷൻ ഓർ ക്ലൈമാക്സിനെ ക്ലൈമാറ്റിക് എന്ന് പറയുന്നു. ക്ലൈമറ്റിക് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയുടെ ആ ഒരു കണ്ടീഷൻ. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ, വെതർ. അപ്പം ക്ലൈമാറ്റിക് എന്ന് പറഞ്ഞ ക്ലൈമാക്സ് ആണ്. അപ്പൊ സ്റ്റോറിയുടെ അവസാനത്തെ കുറിച്ചാണ് പറയുന്നത്, ക്ലൈമാക്സ്. അപ്പൊ ക്ലൈമാറ്റിക് എന്നാണ് അതിനെ പറയുന്ന പേര്. ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതും സ്പെല്ലിംഗ് ടെസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ, 2-3 എക്സാംസിലും അടുപ്പിച്ച് സ്പെല്ലിംഗ് ടെസ്റ്റ് ചോദിച്ചിട്ടുണ്ട് അല്ലെ? സ്പെല്ലിംഗ്, കറക്റ്റ് സ്പെല്ലിംഗ് ഏതാ? ഡിലച്ച് എന്ന വാക്ക് ഉണ്ടെങ്കിൽ പോലും അത് ക്ലൈമറ്റിനെ പറയില്ല, സ്റ്റോറിയെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ? സ്റ്റോറി എന്തിനെ കുറിച്ചിട്ടായിരുന്നു എന്നാണ് പറയുന്നത്. സ്റ്റോറിയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ അവസാനം ഒരു ഡിസ്റപ്ഷൻ, ഡിലച്ച് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ സ്റ്റോറിയെ കുറിച്ച് പറയുന്നത് കൊണ്ട് ക്ലൈമാറ്റിക് എന്ന് നമ്മൾ പറയത്തുള്ളൂ, ക്ലൈമറ്റിക് എന്ന് നമ്മൾ പറയില്ല. ഈവൻ ദോ ഡിസ്റപ്ഷനും ഡിലച്ചും ഫ്ലഡും അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ക്ലൈമറ്റിക് എന്ന് നമ്മൾ പറയില്ല. ബിക്കോസ് അതിന് സബ്ജക്റ്റ് എന്ന് പറയുന്ന സ്റ്റോറിയാണ്, കഥയിൽ എന്നാണ് പറയുന്നത്. അപ്പൊ ക്ലൈമാറ്റിക് എന്നേ നമ്മൾ പറയുന്നു. ഓക്കെ, അടുത്തത് പറഞ്ഞേ, സ്പെല്ലിംഗ് ടെസ്റ്റിൽ ഏതാ കറക്റ്റ്? മിനിസ്ക്യൂൾ, പെർസ്യൂ, ബുഷോസ്. കറക്റ്റ് സ്പെല്ലിംഗ് ടെസ്റ്റ് ചെയ്താ? മിനിസ്ക്യൂൾ, പെർസ്യൂ, ബുഷോസ്. ഏതായിരിക്കണം? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? മിനിസ്ക്യൂൾ. മിനിസ്ക്യൂളിന്റെ സ്പെല്ലിംഗ് നോക്കുക, പെർസ്യൂ, പെർസ്യൂ. അപ്പൊ ഏതാ വരിക? വേഗം പറഞ്ഞേ, ആൻസർ ഏതാ? എ ബി ആണ്, എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? വെരി ഗുഡ്, ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. മിനിസ്ക്യൂൾ, പെർസ്യൂ. പെർസ്യൂയുടെ സ്പെല്ലിംഗ് നോക്കൂ, PERSUE ആണോ? അല്ല,
PURSUE ആണ് പെർസ്യൂ എന്ന് പറയുന്നത്. മിനിസ്ക്യൂൾ അല്ലെ, മൈനസ്ക്യൂൾ MINUSCULE മൈനസ്ക്യൂൾ, പെർസ്യൂ, ബൂർഷാസി അല്ലെ, BOURGEOISRE. കണ്ടോ, എല്ലാത്തിലും സ്പെല്ലിംഗ് ടെസ്റ്റ് ചോദിച്ചിരിക്കുന്നതാണ്ടോ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, മിനസ്ക്യൂൾ, മൈനസ്ക്യൂൾ, പെർസ്യൂ, ബൂർഷാസി. അപ്പം ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്പെല്ലിംഗ് ടെസ്റ്റ് വിടരുത്, എല്ലാത്തിനെയും സ്പെല്ലിങ്ങിനെ കുറിച്ച് ഒരു ധാരണ വേണം. അടുത്തത് ഇതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. He said that the horse had died in the night. Change into direct speech. അപ്പൊ ഇവിടെ പറഞ്ഞത് ഇൻഡയറക്റ്റ് തന്നിട്ട് അതിനെ ഡയറക്റ്റിലോട്ട് ആക്കാനാ ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? He said that the horse had died in the night. Change into direct speech. എന്തായിരിക്കും? ഡയറക്റ്റിലോട്ട് ആക്കാനാ പറയുന്നത്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ സ്പീക്കറിന്റെ ഡയറക്റ്റ് ഉള്ള വാക്കുകളാണ്. എങ്ങനെ വരും? അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ക്വസ്റ്റ്യനില് ഹാഡ് ഡൈഡ് വന്നിട്ടുണ്ട് അല്ലെ. ഹാഡ് ഡൈഡ് എന്ന് പറയുമ്പോൾ അത് പാസ്റ്റിനെയാ കാണിക്കുന്നത് അല്ലെ. അപ്പൊ എങ്ങനെയാ വരിക? V2 വരുമ്പോഴാണ് നമുക്ക് ഇവിടെ ഹാഡ് ഡൈഡ് വരേണ്ട രീതി എന്ന് പറയുന്നത്. അപ്പൊ ഡയറക്റ്റ് സ്പീച്ചിൽ എന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞു രാത്രി ഹോഴ്സ് മരിച്ചു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ചത്തു എന്ന് പറയുമ്പോൾ അത് V2 ആണ് അല്ലെ. കഴിഞ്ഞുപോയ ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്, ഡയറക്റ്റ് ആണ്. അപ്പൊ ഒരു ഡയറക്റ്റ് സ്പീച്ച് V2 ആണെങ്കിൽ ഇൻഡയറക്റ്റിലോട്ട് ആക്കുമ്പോൾ ഹാഡ് ഡൈഡ് വരും. ഓക്കെ, അപ്പൊ ഇതിൽ V2 വരുന്നത് ഏതാണ് ഡയറക്റ്റ് സ്പീച്ചില്? ഓപ്ഷൻ 2 ആണ് അല്ലെ. He said the horse died in the night. He said the horse died in the night ആണ് ഡയറക്റ്റ് സ്പീച്ച്. അതിനെ ഇൻഡയറക്റ്റിലോട്ട് ആക്കുമ്പോൾ he said that the horse had died in the night. കറക്റ്റ് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. കാരണം എന്താണ്? ഇവിടെ ഡൈഡ് ആണ് വന്നിരിക്കുന്നത്. ഡൈഡ് വരുമ്പോൾ അതിനെ ഇൻഡയറക്റ്റിലോട്ട് ആക്കുമ്പോൾ എന്താവണം? ഹാഡ് ഡൈഡ് ആകണം. അപ്പൊ ഓപ്ഷൻ 2 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ചൂസ് ദ കറക്റ്റ് ആൻസർ. ഇത് ഏത് ടോപ്പിക് ആണെന്ന് ഐഡന്റിഫൈ ചെയ്തേ. ഏത് ടോപ്പിക്കാ? ഏത് ടോപ്പിക്കാ? ഏത് ടോപ്പിക് ആണെന്ന് പറഞ്ഞേ. കോൺക്വേർഡ്. യെസ്, കോൺക്വേർഡിൽ നിന്നുള്ള ചോദ്യമാണ്. വെരി ഗുഡ്, ആൻസർ ചെയ്തേ. Neither of the boys dash on time to catch the bus home. Every one of them dash going home early. ആൻസർ ഏതായിരിക്കണം? എന്തായിരിക്കണം? വാസും വേറും ആണോ? വേറും വാസാണോ? ഇത് രണ്ടും വാസാണോ? എന്തായിരിക്കണം പറഞ്ഞേ, എല്ലാവരും ആൻസർ ചെയ്തേ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കോൺക്വേർഡ് ആണെന്ന് മനസ്സിലായി. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു സബ്ജക്റ്റ് ഈതർ ഓഫ്, നെയ്തർ ഓഫ്, വൺ ഓഫ്, നോട്ട് വൺ ഓഫ് ഇവത്തിലെല്ലാം വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വെർബ് എപ്പോഴും സിംഗുലർ വെർബ് ആയിരിക്കണം. ഈതർ ഓഫ്, നെയ്തർ ഓഫ്, ഈച്ച് ഓഫ്, വൺ ഓഫ്, നൺ ഓഫ് ഇതുപോലുള്ള ഇത് സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ വെർബ് എപ്പോഴും ഏത് വെർബ് ആയിരിക്കണം? സിംഗുലർ വെർബ് ആയിരിക്കണം. അപ്പം അതവിടെ ഇരിക്കട്ടെ. രണ്ടാമത്തത് എവ്രി വൺ ഓഫ് ദം ഡാഷ് ഗോയിങ് ഹോം ഏർലി. ഈ എവ്രി വൺ ഓഫ് എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആണ്. കോൺക്വേർഡില് ഒരു ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ അതിനെ തുടർന്ന് വരുന്ന വെർബ് സിംഗുലർ വെർബ് ആയിരിക്കണം. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് പ്ലൂറൽ ആണെങ്കിൽ പോലും കോൺക്വേർഡിൽ അതിനെ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആകണ്ടേ? അപ്പൊ ഇവിടെ നിന്ന് 2 പോയിന്റ്സ് കിട്ടിയില്ലേ? ഏതൊക്കെയാ? നെയ്തർ ഓഫ്, ഈതർ ഓഫ്, വൺ ഓഫ്, നോട്ട് വൺ ഓഫ് ഇവയെല്ലാം സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ വെർബ് സിംഗുലർ ആകും. ഇൻഡെഫിനിറ്റ് പ്രോനൗൺ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ എവ്രി വൺ, നോ വൺ, സംബഡി, എനിബഡി, എനിത്തിങ്, നത്തിങ്, സംതിങ് ഇതുപോലുള്ള ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ വെർബ് സിംഗുലർ ആകണം. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഇനി പറഞ്ഞ ആൻസർ ഏതാണ്? ഏതാ ഇതിൽ സിംഗുലർ വെർബ് ഏതാ?
രണ്ടും സിംഗുലർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ രണ്ടും സിംഗുലർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണ്? വാസ് ആണ് അല്ലെ? ഓപ്ഷൻ 3 ആണ്, വാസ് ആണ്. രണ്ടും വാസ് ആണ് അല്ലെ? ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ വാസും വേറും, തെറ്റാണ്, വേറല്ല, രണ്ടും വാസ് ആണ്. കാരണം നെയ്തർ ഓഫ്, ഈതർ ഓഫ്, നൺ ഓഫ് ഇതെല്ലാം പറയുകയാണെങ്കിൽ വെർബ് സിംഗുലർ ആകും. എവ്രി വൺ ഇൻഡെഫിനിറ്റ് പ്രോനൗൺ സബ്ജക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ വെർബ് സിംഗുലർ ആകും. അപ്പൊ രണ്ടിടത്തും വരുന്ന ആൻസർ എന്ന് പറയുന്നത് വാസ്, വാസ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. രണ്ടും വാസ് ആണ്. ഓക്കെ, അടുത്തത് state whether the utilized word is a dynamic or a stative verb. Dynamic ആണോ stative ആണോ എന്നാണ് ചോദിക്കുന്നത്. Dynamic and stative verbs seem very confusing to some people. അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ വെർബ് നമ്മൾ പഠിക്കണം. വെർബ് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ഡിഫറെന്റ് കാറ്റഗറീസ് ഉണ്ട്. ഡൈനാമിക്, സ്റ്റേറ്റീവ്, മെയിൻ വെർബ്, ഓക്സിലറി വെർബ്, പല ടൈപ്പ് ഉണ്ട്. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി പറഞ്ഞേ, ഇത് സ്റ്റേറ്റീവ് വെർബ് ആണോ ഡൈനാമിക് വെർബ് ആണോ? ഇത്രയേ ഉള്ളൂ. സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഡൈനാമിക് വെർബാണ്. ഇപ്പൊ ക്ലൈംബിംഗ്, വാക്കിംഗ്, റണ്ണിങ്, റൈറ്റിംഗ്, ഈറ്റിംഗ്, ഡ്രിങ്കിങ്, സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയെ കാണിക്കുന്നത് ഡൈനാമിക് വെർബാണ്. സ്റ്റേറ്റീവ് വെർബ് പേര് തന്നെ നമുക്കറിയാം, സ്റ്റേറ്റ് അവസ്ഥയാണ് കാണിക്കുന്നത്. സബ്ജക്റ്റിന്റെ അവസ്ഥ, തോട്ട്സ്, ഇമോഷൻ, റിലേഷൻ, സെൻസ്. സെൻസ് എന്ന് പറയുമ്പോൾ കാണുക, കേൾക്കുക, സ്മെല്ല് അല്ലെ, ഹേർഡ്, ഫീല്, അപ്പിയർ, സീം, ഇതെല്ലാമാണ് സ്റ്റേറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ഒരു സെൻസിനെ കാണിക്കാം, ഒരു തോട്ട്, ഇമോഷൻ, റിലേഷൻ, ഇതിനെല്ലാം കാണിക്കുന്ന വെർബിനെയാണ് സ്റ്റേറ്റീവ് വെർബ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സീം എന്ന് പറയുന്ന സ്റ്റേറ്റീവ് വെർബാണോ ഡൈനാമിക് വെർബാണോ? ഏത് വെർബാ? ഏത് വെർബാന്ന് പറഞ്ഞേ? ഏത് ഓപ്ഷനാ? വെരി ഗുഡ്, സ്റ്റേറ്റീവ് വെർബ് ആണ്. കാരണം ഡൈനാമിക് ആൻഡ് സ്റ്റേറ്റീവ് വെർബ് സീം വെരി കൺഫ്യൂസിങ് എന്നല്ലേ പറയുന്നത്. സീം എന്ന് വെച്ചാൽ അത് സ്റ്റേറ്റീവ് വെർബ് ആണ് അല്ലെ? ഞാൻ പറഞ്ഞു സീം, ഹേർഡ്, ഫീല്, ഇതെല്ലാം സെൻസിൽ വരുന്നതാണ്. അപ്പൊ ഈ അവസ്ഥയെ കാണിക്കുന്നത് സ്റ്റേറ്റീവ് വെർബും സബ്ജക്റ്റിന്റെ പ്രവൃത്തിയെ കാണിക്കുന്നത് ഏത് വെർബുമാണ്? ഡൈനാമിക് വെർബുമാണ്. അപ്പൊ സീം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റേറ്റീവ് വെർബ്. ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലായോ? വെക്കാബുലറിയും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാമേ. ഇത്രയേ ഉള്ളൂ, വേഗം നമുക്ക് നിർത്തിയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ആന്റോണിം ഓഫ് ആക്സിഡന്റൽ ഈസ് ഡാഷ്. ആക്സിഡന്റലിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ആക്സിഡന്റലിന്റെ ഓപ്പോസിറ്റ്? ഓപ്പോസിറ്റ് ഈസി ആണ്, ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ആക്സിഡന്റൽ എന്ന് പറഞ്ഞ അയ്യോ അറിയാതെ അല്ലെ, അറിയാതെ പറ്റുക, അതിനെയാണ് ആക്സിഡന്റൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് മനഃപൂർവ്വം ചെയ്യുക, ഇന്റൻഷണൽ അല്ലെ? അപ്പൊ ഓപ്പോസിറ്റ് ആണ് ചോദിക്കുന്നത്. ആന്റോണിം ആണ്. ആക്സിഡന്റൽ എന്ന് വെച്ചാൽ അബദ്ധത്തിൽ അല്ലെങ്കിൽ അറിയാതെ എന്നൊക്കെ പറയാം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ വേണം എന്ന് വെച്ച് മനഃപൂർവ്വം അല്ലെ? ഇന്റൻഷണൽ ആണ് ആൻസർ എന്ന് പറയുന്നത്. ആക്സിഡന്റലിന്റെ ആന്റോണിം എന്താണ്? ഇന്റൻഷണൽ. അടുത്തത് സിനോണിം ഓഫ് ഡയട്രൈബ് ഇസ് ഡാഷ്. ഡയട്രൈബിന്റെ സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. അറിയുന്നത് പറഞ്ഞോ, എന്തായിരിക്കും വരിക? ഡയട്രൈബ് എന്ന് വെച്ചാ വാക്കുകൾ കൊണ്ട് ഒരു മനുഷ്യനെ അറ്റാക്ക് ചെയ്യുന്നതാണ് ഡയട്രൈബ് എന്ന് പറയുന്നത്. വാക്കുകളാൽ, വേർഡ്സ് കൊണ്ട് ഒരാളെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതിനെയാണ് ഡയട്രൈബ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. വെർബൽ അറ്റാക്ക് അഗെയിൻസ്റ്റ് എ പേഴ്സൺ. വാക്കുകൾ കൊണ്ട് ഒരാളെ മുറിവേൽപ്പിക്കുന്നതിനെയാണ് ഡയട്രൈബ് എന്ന് പറയുന്നത്. അപ്പൊ ഡയട്രൈബിന്റെ സിനോണിം എന്താണ്? വെർബൽ അറ്റാക്ക് അഗെയിൻസ്റ്റ് എ പേഴ്സൺ. അതാണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്. വൺ വേർഡ് ഫോർ എക്സ്ട്രീം ഫിയർ ഓഫ് ഡോഗ്സ്. ഞാൻ പറഞ്ഞു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സിൽ ഫീൽഡ് പഠിക്കണം, ഫോബിയാസ് പഠിക്കണം. ഇതെല്ലാം PSC ചോദിക്കുന്ന ഏരിയാസ് ആണ്. അപ്പം എക്സ്ട്രീം ഫിയർ ഓഫ് ഡോഗിന് ഒരു പേരുണ്ട്. അതെന്താണ്? ഡോഗിനെയൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് പേടി വരത്തില്ലേ? ആ പേടി ഒരു ഫോബിയാണ്. ആ ഫോബിയക്ക് പറയുന്ന പേരെന്താണ്? എല്ലാവരും ആൻസർ ചെയ്തേ. എന്താ എക്സ്ട്രീം ഫിയർ ഓഫ് ഡോഗ്സ്?
സൈനോഫോബിയ. സൈനോഫോബിയ. ഡോഗിനെയൊക്കെ കാണുമ്പോൾ ചിലർ ഭയങ്കരമായിട്ട് പേടിച്ചോടത്തില്ലേ, അതിനെ സൈനോഫോബിയ എന്നാണ് പറയുന്നത്. എക്സ്ട്രീം ഫിയർ ഓഫ് ഡോഗ്. അപ്പൊ ഓഫിയോഡയോഫോബിയ എന്തിന്റെ ഫിയർ ആയിരിക്കണം? ഓഫിയോഫോബിയ. ഓഫിയോഫോബിയ എന്തിന്റെ ഫിയർ ആയിരിക്കണം? എന്തിന്റെ ഫിയർ ആയിരിക്കണം? പാമ്പ്. എക്സ്ട്രീം ഫിയർ ഓഫ് സ്നേക്ക്. പാമ്പിനെ എല്ലാം കാണുമ്പോൾ നമ്മൾ ഓടിപ്പോവത്തില്ലേ, അതിനെയാണ് ഓഫിയോഫോബിയ എന്ന് പറയുന്നത്. ഓഫിയോഡയോഫോബിയ ഓർ ഓഫിയോഫോബിയ. ഓക്കെ, പാമ്പിനെ എല്ലാം കാണുമ്പോൾ ഭയങ്കര പേടി വരത്തില്ലേ, അതിനെയാണ് ഓഫിയോഡയോഫോബിയ ഓഫിയോഫോബിയ എന്ന് പറയുന്നത്. സൈനോഫോബിയ എന്ന് വെച്ചാൽ ഡോഗിനെ കണ്ടാൽ ഭയങ്കര പേടിയുള്ളത് സൈനോഫോബിയ. എക്കോഫോബിയ എന്താണെന്ന് വെച്ചാൽ ഈ കാലാവസ്ഥയ്ക്ക് പെട്ടെന്ന് മാറ്റം വരുമ്പോൾ അത് കണ്ട് പേടി വരത്തില്ല. ഇപ്പൊ സുനാമി അല്ലെങ്കിൽ പെട്ടെന്നൊരു ഫ്ലഡ്, നമ്മുടെ പ്രകൃതിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ക്ലൈമാറ്റിക് ചേഞ്ചിൽ ഉണ്ടാകുമ്പോൾ അതിനെ ഓർത്ത് പേടിക്കുന്ന ഒരു ഫോബിയ ഉണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ക്ലൈമാറ്റിക് ചേഞ്ച് ഉണ്ടായാൽ അതിനെ ഓർത്ത് ഇങ്ങനെ പേടിച്ചുകൊണ്ടേയിരിക്കും. ആ ഒരു ഫോബിയാണ് എക്കോഫോബിയ എന്ന് പറയുന്നത്. പെട്ടെന്നുണ്ടാകുന്ന ക്ലൈമാറ്റിക് ചേഞ്ചിനെ കുറിച്ചുള്ള ഫിയറിനെയാണ് എക്കോഫോബിയ എന്ന് പറയുന്നത്. സൂഫോബിയ എന്ന് പറഞ്ഞാൽ ആനിമൽസ്, മൃഗങ്ങളെ, എല്ലാ മൃഗങ്ങളെയും കാണുമ്പോൾ ഭയങ്കര പേടിയുള്ള ചിലരുണ്ട്, അവർക്കുള്ള അസുഖമാണ് സൂഫോബിയ എന്ന് പറയുന്നത്. ആ ഒരു ഫിയറിനെയാണ് നമ്മൾ ഫോബിയാസ് എന്ന് പറയുന്നത്. അപ്പൊ സൂഫോബിയ എന്ന് പറയുന്ന എക്സ്ട്രീം ഫിയർ ഓഫ് ആനിമൽസ്, എക്കോഫോബിയ എന്ന് പറഞ്ഞ ക്ലൈമാറ്റിക് ചേഞ്ച്, പ്രകൃതിയിൽ ഉണ്ടാകുന്ന, എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ഒരു മാറ്റത്തെ കുറിച്ചുള്ള, ആ ഒരു മാറ്റം വരുമ്പോൾ ഉള്ള പേടി, അത് എക്കോഫോബിയ. ഓഫിയോഡയോഫോബിയ ഓഫിയോഫോബിയ എന്ന് പറഞ്ഞാൽ സ്നേക്ക്, പാമ്പിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന പേടി. സൈനോഫോബിയ എന്ന് പറഞ്ഞാൽ ഡോഗ്, അല്ലെ, ഡോഗിനെയൊക്കെ കാണുമ്പോൾ ഉണ്ടാവുന്ന എക്സ്ട്രീം ഫിയറിനെയാണ് സൈനോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സൈനോഫോബിയയും നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമ്മൾ 3 ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു, SI കണ്ടു, സെയിൽസ് അസിസ്റ്റന്റ് കണ്ടു, LSGI മെയിൻസും കണ്ടു. അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതില് ഭേദം എന്ന് പറയുന്നത് സെയിൽസ് അസിസ്റ്റന്റ് ആണ്, അല്ലെ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്താ തോന്നുന്നേ? ഒന്ന് കമ്പയർ ചെയ്തേ 3ഉം തമ്മില്. നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ പറയാം, ഞാൻ കേൾക്കട്ടെ. എന്ത് തോന്നുന്നു? എന്താ തോന്നുന്നേ? പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ. വാട്ട് ഡു യു ഫീൽ? എന്ത് തോന്നുന്നു? LSGI സെക്രട്ടറി എങ്ങനെയുണ്ടായിരുന്നു? സെയിൽസ് അസിസ്റ്റന്റ് ഈസിയാണ്. ഓക്കെ, LSGI എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോ? ടഫായിട്ട് തോന്നി. ഓക്കെ, SI എങ്ങനെയുണ്ട്? SI എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. SI എങ്ങനെയുണ്ട്? പാടാണോ ഈസി ആണോ? SIയും ടഫായിട്ട് തോന്നി. മോഡറേറ്റ് ആണ്, ഈസി ആണ്. ഓക്കെ, അപ്പോ ഓരോന്നും ഓരോ ടൈപ്പിലാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മുടെ എക്സാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഞാൻ പറഞ്ഞു ഗ്ലാമറസ് പോസ്റ്റ് ആണ്. ചുമ്മാ അതൊന്നും ആർക്കും ആ പോസ്റ്റ് എടുത്ത് കൊടുക്കത്തില്ല, കഷ്ടപ്പെട്ടാലേ പോസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം നമ്മുടെ LSGI പോലത്തെ ലെവലായിരിക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ചോദ്യം വരുന്നത്. ഓക്കെ, വെക്കാബുലറി പാടാകാൻ കാരണം അതങ്ങനെ പഠിച്ചാൽ മാത്രമേ വെക്കാബുലറി സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആന്റോണിം, സിനോണിം, വൺ വേർഡ്, ഇഡിയംസ്, ഇതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കും. അത് നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് വെക്കാബുലറി എന്ന് പറയും. ബ്രേക്ക് ലെഗ് ഒക്കെ നമുക്ക് അറിയില്ലേ, ഇപ്പൊ ഫോബിയാസ് ചോദിക്കുമെന്ന് ഞാൻ പറഞ്ഞു, ഫീൽഡ് ഓഫ് സ്റ്റഡി ചോദിക്കുമെന്ന് ഞാൻ പറഞ്ഞു, അതുപോലെ മിസാൻട്രോപ്പ്, പെസമിസ്റ്റ്, അതുപോലെ മിസോഗൈനിസ്റ്റ്, മിസോഗമിസ്റ്റ്, ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഏരിയാസ് എല്ലാം കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. LSGI മോഡൽ ആയിരിക്കും സെക്രട്ടേറിയറ്റ് ചോദിക്കുന്നത്. അതായത് നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ, പ്രിപ്പയർ ചെയ്യുമ്പോഴും ഹൈ ലെവലിൽ നിന്നിട്ടായിരിക്കണം പ്രിപ്പയർ ചെയ്യുന്നത്. മോക്ക് ടെസ്റ്റ് ഒരുപാട് ചെയ്ത് നോക്കണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാട് അറ്റൻഡ് ചെയ്യണം. ഇങ്ങനെ ചെയ്ത് മാത്രമേ നമുക്ക് തറവാകത്തുള്ളൂ. ഈ ആന്റോണിം, സിനോണിം സ്ട്രോങ് ആകാൻ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും PSC ചോദിച്ച നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, കുറച്ച് വർഷം, അതായത് 2024 മുതൽ ഈ കഴിഞ്ഞ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നോക്കുക. ആന്റോണിംസ് എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, ഏതൊക്കെ ആന്റോണിംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഞാനിപ്പോ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ആന്റോണിം, സിനോണിംസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ആന്റോണിം, സിനോണിംസ് ക്ലാസ്സിൽ എടുക്കും. അതുപോലെ തന്നെ മെറ്റീരിയൽസ്, എക്സ്ട്രാ മെറ്റീരിയൽസും
ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ധാരണ കിട്ടാൻ വേണ്ടി. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ദിവസവും 5 ആന്റോണിംസ് അല്ലെങ്കിൽ 5 സിനോണിം പഠിക്കണം. അത് ആ ഒരു തീരുമാനം എടുക്കുക. ഞാൻ പറഞ്ഞ ആ ഗോളിൽ ഒന്നിൽ ഇറങ്ങി പുറപ്പെട്ട അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം, ഒരിക്കലും ഡിവേറ്റ് ആവരുത്. അപ്പൊ ദിവസവും ഒരു 5 സിനോണിംസ്, 5 ആന്റോണിംസ്, അല്ലെങ്കിൽ 5 ഇഡിയംസ്, അല്ലെങ്കിൽ പോട്ടെ 3 ഇഡിയംസ് അങ്ങനെ വെച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതിനെ കുറിച്ചൊരു ധാരണ കിട്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ ദിവസവും ഒരു 5 ആന്റോണിംസും സിനോണിംസും നിങ്ങൾ പഠിക്കണം. ഇഡിയംസ് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഡെയിലി ലൈഫായിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് ഇഡിയംസ് പഠിക്കാം. ഞാൻ മറ്റേ റെഡ് ലെറ്റർ ഡേ പറഞ്ഞില്ലേ, അതെങ്ങനെ ഓർത്തിരിക്കും? കലണ്ടർ വെച്ച് നമുക്ക് ഓർത്തിരിക്കാം അല്ലെ. ബെഡ് ഓഫ് റോസസ്, പൂമെത്ത അല്ലെ. ജീവിതം ലൈഫിന് വെച്ച് പഠിച്ചുകൂടെ? ജീവിതം എപ്പോഴും ഒരു പൂമെത്ത ആയിരിക്കോ, ബെഡ് ഓഫ് റോസസ് ആയിരിക്കോ? ഇല്ല. ലൈഫ് ഈസ് നോട്ട് അബൌട്ട് ബെഡ് ഓഫ് റോസസ് അല്ലെ. തോൺസും മുള്ളുകളും ഒക്കെ ഉള്ളതാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മളെ കണക്ട് ചെയ്യുന്നത് ലൈഫ് വെച്ചിട്ടാണ്. മനസ്സിലായോ? അപ്പൊ ഓരോന്നും ഇഡിയംസ് ഓരോ സിറ്റുവേഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്. വൺ വേർഡും സെയിം കുറെ ഫോബിയാസ്, അതുപോലെ ഫീൽഡ് ഓഫ് സ്റ്റഡീസ്, ഇതെല്ലാം നിങ്ങളെ കൊണ്ട് ബാച്ചില് നമ്മുടെ ഫുൾ ബാച്ചിൽ നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കും. അതിന്റെ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കും. ഓക്കെ. ഗ്രാമർ ആണെങ്കിൽ കോൺവേർഡ് മറക്കരുത്. മസ്റ്റ് ആൻഡ് ഷുവർ ക്വസ്റ്റ്യൻ ആണ് കോൺവേർഡ്. അതുപോലെ ആർട്ടിക്കിൾസ് ചോദിക്കും, ക്വസ്റ്റ്യൻ ടാഗ് ചോദിക്കും, റിപ്പോർട്ടഡ് സ്പീച്ച്, ടെൻസ്, ഇതിൽ നിന്ന് എല്ലാത്തിനും ക്വസ്റ്റ്യൻ വരും. ഒരിക്കലും ഒന്നും ഒമിറ്റ് ചെയ്യരുത്. രണ്ടും ഈക്വലി കൊണ്ടുപോവാം. മറക്കരുത്. 20 മാർക്കാണ് ഇംഗ്ലീഷ്. ബാക്കി സബ്ജക്റ്റ് എല്ലാം 5, 5, 10 ഇതൊക്കെയാണ് വരുന്നത്. ഇംഗ്ലീഷ് മാത്സ് 20 മാർക്കാണ്. ഇതിൽ നിന്ന് ഒരുപാടൊന്നും പഠിക്കണ്ട, ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയാൽ മതി. ഐഡിയ കിട്ടുമെങ്കിൽ 20 മാർക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്. വെറുതെ കൊണ്ട് കളയണോ ആ 20 മാർക്ക്? കളയണോ വേണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അങ്ങനെ ഇരുന്ന് പഠിച്ചാൽ മാത്രം ആ 20 മാത്സും ഇംഗ്ലീഷും സ്ട്രോങ് ആണെങ്കിൽ 40 മാർക്ക് നിങ്ങളുടെ കയ്യിൽ നിൽക്കും. പിന്നെ നെഗറ്റീവ് മാർക്കിങ്ങിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റ് മാക്സിമം അറ്റൻഡ് ചെയ്യുക. ടെസ്റ്റ് സീരീസ്, മോക്ക് ടെസ്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം പറഞ്ഞ കാര്യം, നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ തുടങ്ങിയാൽ മാത്രമേ എത്തത്തുള്ളൂ. കോമ്പറ്റീഷൻ ഉള്ള എക്സാം ആണ്. ഒരുപാട് പേര് നിങ്ങളെ പോലെ എഴുതുന്ന ഒരു എക്സാം ആണ്. ഇതിനു വേണ്ടി ഇരുന്ന് പഠിച്ച് എഴുതുന്ന ഒരു ക്രൗഡ് ഉണ്ട്. അതിന്റെ കൂടെയാണ് നിങ്ങൾ പോയി എഴുതാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ വരണമെങ്കിൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്യാതെ നമുക്കൊന്നും കിട്ടത്തില്ല. ഓക്കെ. അപ്പം നമ്മൾ ക്ലാസ്സിൽ വരുമ്പോൾ, നമ്മുടെ എമിനന്റിന്റെ ഫുൾ ബാച്ചിൽ വരുമ്പോൾ ഇംഗ്ലീഷ് ഞാനാണ് എടുക്കുന്നത്. അപ്പൊ ഗ്രാമറും എല്ലാം നമ്മൾ ഷോർട്ട് മെത്തേഡും ഷോർട്ട് ട്രിക്കും യൂസ് ചെയ്താണ് പഠിക്കുന്നത്. വെക്കാബുലറി ഒക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ മെറ്റീരിയൽസും തരും. ദിവസം നിങ്ങളെ കൊണ്ട് 5 വെച്ച് പഠിപ്പിക്കുകയും ചെയ്യും. ഓക്കെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ വെക്കാബുലറി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ മറ്റു കാര്യം മറക്കണ്ട, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഏത് ടോപ്പിക് ആണെന്നും വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യുക. ഓക്കെ. ക്ലിയർ ആണോ എല്ലാവർക്കും? മനസ്സിലായോ? ക്ലിയർ ആണോ? ഇംഗ്ലീഷിനെ കുറിച്ചൊരു ധാരണ കിട്ടിയോ എല്ലാവർക്കും? എങ്ങനെയുണ്ട് കേട്ടിട്ട്? സെഷൻ എങ്ങനെയുണ്ട്? മനസ്സിലായോ? എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടോ? യൂസ്ഫുൾ ആണ്, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുമെന്നൊരു തോട്ട് ഉണ്ടോ? യൂസ്ഫുൾ ആണ്, പറ്റുമല്ലോ. കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങളെ കൊണ്ട് പറ്റും. നത്തിങ് ഇസ് ഇമ്പോസിബിൾ. നമുക്ക് ഇമ്പോസിബിൾ ആയിട്ട് ഒരു കാര്യവും ഇല്ല. എവറിത്തിങ് ഇസ് പോസിബിൾ. ഓക്കെ, ഫൈൻ. അപ്പൊ നാളെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട്. 7 മണി തൊട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഗ്രൂപ്പിൽ വരും കേട്ടോ. ഓക്കെ. അപ്പോ എല്ലാവരും നന്നായിരിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്സ് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം. ഇപ്പൊ പഠിച്ചു തുടങ്ങുക, പെൻഡിങ്ങിൽ വെക്കരുത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ നോക്കുക. എല്ലാം ഈച്ച് ആൻഡ് മൈന്യൂട്ട് കാര്യങ്ങളും പഠിച്ചിട്ട് പോവുക. ഒരു കാര്യങ്ങളും സ്കിപ്പ് ചെയ്യരുത്. എസ്പെഷ്യലി മാത്സും ഇംഗ്ലീഷും നന്നായിട്ട് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ 40 മാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കും. അത് കളയരുത്. അത് ഇംഗ്ലീഷിന് അങ്ങനെ ബുക്സ് ഒന്നും ഇല്ലടാ. ഞാൻ അങ്ങനെ ബുക്സ് ഒന്നും പറയാറില്ല ഇംഗ്ലീഷിന്. കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ബാക്കി സബ്ജക്റ്റ് പോലെ അല്ല. നമുക്ക് അതിന്റെ ഒരു ടെക്നിക്കാണ് കിട്ടേണ്ടത്. ആ ഒരു ബേസിക് എന്താ പറയാ, നാക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് മറ്റ് ബുക്സ് ഒക്കെയാണ്, ഹിസ്റ്ററിയും ജോഗ്രഫി എക്കണോമിക്സ് ആണെങ്കിൽ ബുക്ക് സജസ്റ്റ് ചെയ്യാം. ഇംഗ്ലീഷ് അങ്ങനെ ഒരു പുസ്തകമില്ല. പറയുന്നത് നമ്മുടെ ബാച്ചിൽ കയറുക, നമ്മുടെ ഫുൾ ലെങ്ത് ബാച്ചിൽ നിങ്ങൾ കയറുക. ഇംഗ്ലീഷ് ഞാൻ വാക്ക് തരുന്നു, സിമ്പിൾ ആയിട്ട് നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചെടുക്കും. ഞാൻ തന്നെയാണ് എടുക്കുന്നത്. ഷോർട്ട് മെത്തേഡ്സും ട്രിക്കൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ബാക്കി സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ എനിക്ക് റെഫർ ചെയ്ത് തരാം.
ഇംഗ്ലീഷ് അങ്ങനെ റെഫർ ചെയ്യാൻ നമുക്ക് പറ്റില്ല, ലാംഗ്വേജ് അല്ലേ. അതുപോലെ മാത്സ്. ഓക്കെ, നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ച് തഴമിച്ചാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഫൈൻ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അപ്പൊ നാളെയും സെഷൻ ഉണ്ട്, ആരും മറക്കരുത്. നാളത്തെ സെഷനും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, സോ വേറെ ഒന്നും ഇല്ലല്ലോ? ഇല്ല. സോ താങ്ക് യു ഓൾ. ഇറ്റ് വാസ് എ ഗുഡ് സെഷൻ. നല്ലൊരു സെഷൻ ആയിരുന്നു. എല്ലാവർക്കും ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജേർണിയിൽ നല്ലത് വരട്ടെ, നല്ലത് വിഷ് ചെയ്യുന്നു. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കാരണം നമ്മുടെ ഒരുപാട് KS പോലുള്ള എക്സാംസ്, അതുപോലെ ഡിഗ്രി ലെവൽ എക്സാംസിൽ ടോപ്പേഴ്സ്, ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും ഒക്കെ എമിനന്റ് PSCയുടെ ടോപ്പേഴ്സ് ആണ്. നമ്മൾ പഠിപ്പിച്ച സ്റ്റുഡൻസ് ആണ് ഇപ്പൊ ടോപ്പേഴ്സ് ആയിട്ട് സർവീസിൽ ഇരിക്കുന്നത്. പ്രൗഡ് ആയിട്ട് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. എസ്പെഷ്യലി ഇംഗ്ലീഷ് ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ എന്റെ സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ട്, മാം പഠിപ്പിച്ച എക്സാക്ട് ക്വസ്റ്റ്യൻസ് ആണ്, ആ ഒരു സെയിം പാറ്റേൺ ആണ് എക്സാമിന് ചോദിച്ചതെന്ന്. അപ്പൊ മാക്സിമം എല്ലാവരും ബാച്ച് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഗൈഡൻസ് ഇല്ലാതെ ഒറ്റയ്ക്ക് നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും ഇതായിരിക്കില്ല. എപ്പോഴും ഒരു ഗൈഡൻസ് ഉണ്ടായിട്ട് പഠിക്കുന്നത് അത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, സോ എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളത്തെ ക്ലാസ് ഉണ്ട്, ആരും സ്കിപ്പ് ചെയ്യരുത്. നാളെയും കൂടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. ഓക്കെ.